നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കുള്ള ഒരു സ്വർണ്ണമടിച്ചു മാറ്റൽ കേസ് അങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന സമയത്താണ്. സാങ്കേതികമായ അതൊരു കവർച്ചാ കേസ് അല്ലെങ്കിലും കോടതിയിൽ നിന്നും അടിവസ്ത്രം അടിച്ചു മാറ്റി തിരിമറി നടത്തിയ കേസിൽ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം. ആ കേസ് ആദ്യം മുതൽ പറയുമ്പോഴൊക്കെ ലോക്കൽ ഗ്രൂപ്പുകളിൽ ജട്ടി കേസ് എന്നാണ് പറയാറ്. അതൊരു ചർച്ചയിൽ പറയൽ പാർലമെന്ററി ആണോ എന്ന് തോന്നിയ സമയത്ത് ആ കേസ് രേഖ ഒന്ന് വായിച്ചു നോക്കിയതാണ്. അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ജട്ടി എന്ന് തന്നെയാണ്. കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നിയാലും ഇല്ലെങ്കിലും ആ കേസിന്റെ വിശദാംശങ്ങൾ അതിനേക്കാൾ നാറ്റക്കേസാണ്. ആസ്പദമായ സംഭവം നടന്നത് 1 2 ഒന്നും അല്ല, 3.5 പതിറ്റാണ്ട്. ഇന്നത്തെ MDA കച്ചവടക്കാരുടെ അപ്പൂപ്പൻ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവഡോർ സർവലി കേരളത്തിലേക്ക് എത്തിയത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം മാരക മയക്കുമരുന്ന് മിടുക്കനായ ഉദ്യോഗസ്ഥൻ ജയമോഹൻ കയ്യോടെ പൊക്കിയതാണ്. അന്നത്തെ പ്രതാപശാലിയായ ഒരു ക്രിമിനൽ വക്കീൽ ഹാജരായിട്ട് 10 വർഷത്തിനകത്തായത് നിരാകരിക്കാനാവാത്ത തെളിവ് ശക്തിയിൽ കുറ്റപത്ര കരുത്തിലാണ്. ആ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അന്തം വിട്ടു. അടപടലമാണ് ആഞ്ഞുവെട്ട്. മെമ്മറി കാർഡും ഹാഷ് വാല്യൂം പറഞ്ഞ പോലെയാണ്. കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന അടിവസ്ത്രം 1-ാം പ്രതിയെ സ്വാധീനിച്ച് അടിച്ചുമാറ്റി വെട്ടിച്ചെറുതാക്കി കുഞ്ഞുങ്ങളുടെ നിക്കറ് പോലെയാക്കി തിരിച്ചുവെച്ച നാറിയ പണി അധമ നീക്കത്തിൽ അട്ടിമറി. ആന്റണി രാജുവും സംഘവും കേരള പോലീസിനെയും സത്യത്തിന്റെ മുഖത്തേക്ക് അന്ന് ഉളുപ്പില്ലാതെ വീശിയെറിഞ്ഞത് കാളകൂട കരിയോയിലാണ്. കോടതിയുടെ കടുത്ത വാക്കിൽ പകച്ചു പറച്ച ഉദ്യോഗസ്ഥൻ, ഒരു വിദേശിയെ കള്ളക്കേസിൽ കുടുക്കിയ ഏമാനെന്ന കുത്തുവാക്കേട്ട ഉദ്യോഗസ്ഥൻ, സത്യം തെളിയിക്കാൻ ഇല്ലാത്ത കാശ് മുടക്കി സുപ്രീം കോടതി വരെ പോയ ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥൻ ജയമോഹൻ ഇന്ന് രാത്രി സമാധാനമായി ഉറങ്ങും. അന്നും ഇന്നും നാർക്കോട്ടിക്സ് ഒരു നീചപ്പണിയാണ്. ആ പണി ചെയ്തൊരു കുറ്റവാളിയെ കാക്കാൻ അതിലും വലിയ കുറ്റവാളിത്തം ചെയ്തൊരു ക്രിമിനൽ വക്കീൽ 2.5 വർഷക്കാലം നമ്മളെ ഭരിച്ച ഗതാഗത മന്ത്രിയാണ് എന്നോർക്കുമ്പോൾ തല താഴണം, തോന്നണം കലർപ്പില്ലാത്ത ലജ്ജ. അതേ കേസിന്റെ പേരിൽ തന്നെയാണ് ആന്റണിക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ലെന്ന് ഉറച്ചു പറഞ്ഞ പേര് വെട്ടിക്കളഞ്ഞൊരു നേതാവുണ്ട്. പ്രിയപ്പെട്ട VSA, അങ്ങയുടെ ആർജവത്തിന്റെ കോംപ്രമൈസ് ഇല്ലാത്ത വെടിയുണ്ട വാക്കുകൾ ഞങ്ങൾക്ക് നഷ്ടം, അകാലത്തിന് നഷ്ടമാണ്. ജെട്ടിക്കേസ് ഉടായ്പകൾ മന്ത്രിയാവുന്ന കാലത്ത് നമ്മുടെ കാശിന് വാങ്ങി നമ്മുടെ കാശിന് എണ്ണയടിക്കുന്ന 1-ാം നമ്പർ കാറിൽ വാതുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ഒരു നേതാവ് ഇടതുപക്ഷ മറവിയിൽ എഴുന്നള്ളപ്പെടുന്ന ഒരു കെട്ടകാലത്ത് ഒരു തവണ കൂടി അവിടെ പോകണം. ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കണം, ഉറക്ക വിളിക്കണം. മുദ്രാവാക്യം റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് ടു കോമറേഡ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായി നേരിടുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലല്ലോ. ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള എനിക്ക് നല്ല ഉത്തമബോധ്യമുണ്ട്. നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. അദ്ദേഹത്തെ 2.5 വർഷം മന്ത്രിയാക്കി കൊണ്ടു നടന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി. കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന സർക്കാരാണിത്. TP സെൻകുമാർ, ശ്രീ ജയമോഹൻ, ശ്രീ അനിൽ ഇമ്മാനുവൽ, ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ശ്രീ BN ഹസ്കർ, ശ്രീ റിജിൽ മാക്കുറ്റി എന്നിവർ ചർച്ചയിൽ. ആദ്യം പോകേണ്ടത് ഒരുപക്ഷെ TP സെൻകുമാറിലേക്ക് തന്നെയാണെങ്കിലും എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് ശ്രീ അനിൽ ഇമ്മാനുവലിലേക്കാണ്. ശ്രീ അനിൽ, ഒരു വാർത്ത, അതിലെ കൺവിക്ഷൻ, അതിലെ വിശ്വാസം, അത് പ്രൊഫഷണൽ ജീവിതത്തെ ബാധിക്കുന്ന തിരിച്ചറിവ്, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായേക്കാമെന്ന ഭീതിയുടെ മുഖത്തും ആ വാർത്തയിൽ ഉറച്ചു നിന്ന മാധ്യമപ്രവർത്തകന്റെ ദൗത്യം കലർപ്പില്ലാതെ ചെയ്ത ആ ഫൈറ്റിംഗ് സ്പിരിറ്റിന് ഒരു ജേർണലിസ്റ്റിന്റെ ഹൃദയാഭിവാദ്യങ്ങൾ. ശ്രീ അനിൽ ഇമ്മാനുവൽ, ഈ കേസ് താങ്കൾ കുറച്ച് പേഴ്സണൽ കൂടിയായിരുന്നു. ഇന്നലെ ഈ കേസ് ഈ രീതിയിൽ വിജയിക്കും എന്ന പ്രതീക്ഷ ഉണ്ടായോ? ഹാഷ്മി, കേസ് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ കേസ് വിജയിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ദൗത്യം എന്നാണ് ഞാൻ കരുതിയത്. എനിക്കിപ്പോൾ ഉള്ള ആശ്വാസം എന്ന് പറയുന്നത്, നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞ ഒരു വിധിയാണിത്. അത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു വിധിയാണ്. അതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആശ്വാസം. അതായിരുന്നു ഇന്നലെ വരെയും ഞാൻ ആലോചിച്ചിരുന്നത്. അതായിരുന്നു കേസ് എൻ്റെ വിധി എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. അത് ശരി തന്നെ. പക്ഷേ അതിനേക്കാൾ വലിയ കാര്യം ഇതാണ്, ഞാനും ഇതിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന KK ജയമോഹൻ, അദ്ദേഹം സാർ, സെൻകുമാർ സാറൊക്കെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ജയമോഹൻ സാറിൻ്റെ ഇന്നലെ ഞാൻ വൈകിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും നമ്മൾ ചെയ്യാനുള്ള ചെയ്തു. അത് അദ്ദേഹം ചെയ്തിടത്തോളം ഒന്നുമില്ല. ഞാൻ ഈ അവസാന ഘട്ടത്തിൽ മാത്രം ഇടപെട്ട ഒരാളാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെയും സംതൃപ്തി എന്ന് പറയുന്നത്
നമ്മൾ ചെയ്യാനുള്ള ചെയ്തു. ആളെ ശിക്ഷിക്കുക എന്നുള്ളത് ഒന്നാവരുത് നമ്മുടെ ലക്ഷ്യം. കാരണം ആളോട് അല്ലല്ലോ, നമുക്ക് വ്യക്തിപരമല്ലല്ലോ നമ്മുടെ ഇഷ്യൂസ് ഒന്നും. ഇതിൽ ഒരു ട്രയൽ നടക്കണം, വിചാരണ പൂർത്തിയാകണം, അതൊരു നീതിപൂർവകമായ ഒരു അന്ത്യം ഈ വിഷയത്തിന് വേണം എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയത്. ശ്രീ കെ കെ ജയമോഹൻ, ശ്രീ ടി പി സെൻകുമാർ അടക്കമുള്ളവരെയൊക്കെ എനിക്ക് മുമ്പേ എനിക്ക് അറിയാമെങ്കിലും ഈ കേസിൻ്റെ കാര്യത്തിൽ വളരെ വൈകിയാണ് ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിക്കാനിടയായത്. അപ്പോഴും ഈ രണ്ടുപേരും വിരമിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും കൂടുതലൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അവരൊക്കെ. പിന്നീട് അവർ ഈ കേസിൻ്റെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി, എന്നോട് തുറന്ന് സംസാരിക്കുന്ന സാഹചര്യമെങ്കിലും ഉണ്ടായത്. അതുവരെ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഈ വിഷയം നമ്മൾ ചോദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. പക്ഷെ അവിടുന്നൊക്കെ ഇതെത്തിക്കാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ എൻ്റെ ഒരു പ്രതിസന്ധിയെക്കുറിച്ചുകൂടെ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ഞാൻ മുൻപ് ജോലി ചെയ്തൊരു മാധ്യമ സ്ഥാപനത്തിൽ ഇത് വാർത്തയെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയിലും തോന്നിയൊരു കാര്യം ഇതാണ്, ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഇത് പുറത്തുവിടാൻ തീരുമാനിച്ചത്. നമുക്ക് സുരക്ഷിതമായ ജോലി, സുരക്ഷിതമായ ശമ്പളമാണ്, സുരക്ഷിതമായ പോസിറ്റീവ് ആകണോ നെഗറ്റീവ് ആകണോ എന്നുള്ളതല്ല, സുരക്ഷിതമായ ജീവിത സാഹചര്യമാണ്, വീട്, കുടുംബം ഒക്കെ. നമ്മളൊന്നും ഒരുപാട് പൈസ ഉള്ളവരൊന്നും അല്ലല്ലോ. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് ഇറങ്ങുക. അത് എല്ലാവരും കാണിക്കുന്ന ധൈര്യമല്ല സ്റ്റെനിൽ. അതെ, അതിൽ പിന്നെ ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോൾ അത് വിശദീകരിച്ച് പറയാൻ അറിയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നത്, ഇതിൽ ഈ രേഖകളെല്ലാം എടുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ രേഖകളെല്ലാം ശേഖരിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നെ സഹായിക്കാൻ ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് ഇതുവരെ ചിത്രത്തിൽ വരാത്ത ഒരാളാണ്. ഇത് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുകയാണ്. ശ്രീ ജോസഫ് സാജു എന്ന് പറയും. ഒരു വർഷം മുമ്പ് കേരള പോലീസിൽ നിന്ന് SP റാങ്കിൽ വിരമിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എൻ്റെ ഒരു സോഴ്സ് വെളിപ്പെടുത്തുകയാണ്. അതിപ്പോൾ പറയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വലിയ ഉപദ്രവം നേരിടേണ്ടി വരും എന്നുള്ള ഒരു ഉറപ്പാണ്. ഈ ജോസഫ് സാജു ആണ് ഞാൻ ഇങ്ങനൊരു രേഖകൾ ശേഖരിച്ച് ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹമാണ് റൂൾ 226 പ്രകാരം, ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് 226 പ്രകാരം അപ്ലൈ ചെയ്യുമെന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം ഞാൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ കോടതിയിലുണ്ടാകുന്ന പ്രതിസന്ധികൾ വലുതായിരുന്നു. കാരണം നെടുമങ്ങാട് കോടതി ഞാൻ ഇതിൻ്റെ അപേക്ഷയ്ക്കായിട്ട് ഈ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് 226 പ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ അങ്ങനൊന്നും ഇവിടുന്ന് ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അത് അവർക്ക് അങ്ങനെ ശീലമില്ല, അതാണ് സത്യം. അപ്പോൾ അതിൽ പക്ഷേ അപ്പം ഞാൻ പറഞ്ഞത് റൂൾസ് ഓഫ് പ്രാക്ടീസ് ആണല്ലോ, അതൊരു കോടതിയെ മാത്രം എക്സെപ്റ്റ് ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ച് തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞു. എങ്കിൽ മജിസ്ട്രേറ്റിനെ ഒന്ന് കാണട്ടെ എന്ന് പറയുന്നു. മജിസ്ട്രേറ്റിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നു. എങ്കിൽ എനിക്ക് മറുപടി തരാൻ കഴിയില്ലെങ്കിൽ അതൊന്ന് കുറിച്ച് ഒരു മറുപടിയായിട്ട് തരൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു പതിവ് വിടില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹൈക്കോടതി വിജിലൻസിനെ ബന്ധപ്പെടുന്നത്. ഹൈക്കോടതി വിജിലൻസിന് പരാതി അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പരാതി അയക്കുമ്പോൾ ഈ ജോസഫ് സാജു അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് ഏറ്റവും അവസാനം ഞാനിതിൽ ആ ഘട്ടത്തിലെല്ലാം എൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് ജേർണലിസ്റ്റിക് ആയിരുന്നു, പ്യൂർലി ജേർണലിസ്റ്റിക് ആയിരുന്നു. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഇതൊരു വാർത്താ പരമ്പരയായി ഒരാഴ്ച നീളുന്ന സീരീസായി പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ വന്നാലും മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആൾ ആ സ്ഥാനത്തുനിന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് സാധാരണ ഏത് മാധ്യമ സ്ഥാപനത്തെ സംബന്ധിച്ചു അറിയാമല്ലോ. ഇതൊരു വലിയ വാർത്തയായി കണ്ടുകൊണ്ട് ഇത് നമ്മുടെ ഒരു ബിഗ് ബ്രേക്കിംഗ് ആയോ മറ്റോ ഒക്കെ പൊട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നിടത്തുനിന്നാണ് അതിന് കഴിയില്ല എന്ന് അവരൊരു നിലപാടെടുക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ മുതലാണ് ഞാൻ രാജിവെക്കുകയും പിന്നീടാണ് ഇതൊരു എൻ്റെ ഒരു മറ്റൊരു തരത്തിലൂടെ നിയമപോരാട്ടമായിക്കൂടെ ഇതിനെ അല്പം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും അവസാനം, അതായത് വിചാരണ തീരുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിൽ ഒരു സുപ്രധാനമായ വകുപ്പൂടെ ചേർത്താൽ നന്നാകുമെന്ന് അദ്ദേഹമാണ്, ഞാൻ നേരത്തെ ജോസഫ് സാജു ആണ് ഒരു അഭിപ്രായം പറയുന്നത്. അതായത് 409 എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ അല്ലെങ്കിൽ പബ്ലിക് സർവൻസിന്റെ വിശ്വാസവഞ്ചന. ഇതിലെ ഒന്നാം പ്രതി KS ജോസ് കോടതിയിലെ തൊണ്ടി ക്ലർക്കായിരുന്നുകൊണ്ടാണ് അയാൾ ഈ തൊണ്ടി വസ്തു രണ്ടാം പ്രതിയായ ആന്റണി രാജുവിന് കൈമാറുന്നതും വെട്ടിത്തയച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ എടുത്ത് തിരികെ വെക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒരു കുറ്റത്തിന്റെ പേരിൽ 409 ചാർജ് വേണമെന്ന് അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്യുകയും അതിനൊരു അഭിഭാഷകൻ, അതും പ്രത്യേകം പറയേണ്ടതാണ്, അജിത് J അഞ്ചർലേക്കർ എന്ന് പറഞ്ഞ അഭിഭാഷകൻ, അദ്ദേഹം പ്രതിഫലം ഒട്ടും താല്പര്യപ്പെടാതെയാണ് എന്നോട് കാര്യത്തിൽ സഹകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കൂടിയാണ് ഈ 409 ആഡ് ചെയ്യുന്ന കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടുന്നു. പിന്നീട് അതാണ് വിചാരണ കോടതി ചേർത്ത് കേസിൽ നടപടികൾ പൂർത്തിയാക്കുന്നു. ഇപ്പോൾ ഈ തെളിഞ്ഞ കുറ്റങ്ങളിൽ 409 കൂടിയുണ്ട്. അതുകൂടെ ചുരുക്കത്തിൽ ഞാൻ പറയാം. 409 എന്ന് പറയുന്നത് 420 ഇതിലുണ്ടായിരുന്നു ചീറ്റിങ്. 409 എന്ന് പറഞ്ഞാൽ ഈ പൊതുപ്രവർത്തകൻ എന്നുള്ള കപ്പാസിറ്റിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് സർക്കാർ ജീവനക്കാരൻ്റെ കപ്പാസിറ്റിയിൽ നിൽക്കുമ്പോഴാണ് KS ജോസ് ഇതെടുത്ത്
ആന്റണി രാജുവിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെയാണ് 409 ആപ്ലിക്കബിൾ ആവുന്നത്. അങ്ങനെ 409 ഇട്ട് ആ ഒരു നീക്കം കൂടെ അതായത് ജേർണലിസ്റ്റിക്കായി ഞാൻ തുടങ്ങിയ ഒരു കാര്യത്തിന് നിയമ പോരാട്ടമായി അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഇതിനെല്ലാം ഒപ്പം നിന്ന ആളെ ഞാൻ പറഞ്ഞ ജോസഫ് സാജു എന്ന് പറഞ്ഞ ആൾ, അതുപോലെ ഹൈക്കോടതിയിൽ അതിന് സഹായിച്ച ആളാണ് അജിത് ജാഞ്ചർലേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് ഇത് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ടി പി സെൻകുമാർ, ഷനിൽ മാനുവൽ പുറത്തുവിട്ട ആ രേഖകൾ തെളിവുകളിലാണ് കേരളം ഞെട്ടിയത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ എൻ്റെ അടക്കം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ആ പേപ്പർ എടുത്തു, അത് വലിയ വാർത്തയായി എന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിലേറ്റവും എനിക്ക് ആകർഷകമായി തോന്നിയത് ഈ അടിവസ്ത്രത്തിൽ നടത്തിയ അട്ടിമറി പിടികൂടിയത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ അടിവസ്ത്രം കൊണ്ട് തയ്പ്പിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ 2 കാലുണ്ടല്ലോ, കാലിടുന്ന ഭാഗം മാത്രം ചെറുതാക്കി എന്ന് പറഞ്ഞാൽ ഈ അടിവസ്ത്രപ്പണി അറിയാത്ത ഒരു തയ്യക്കാരൻ തയ്ച്ച് ഇതിൻ്റെ അട്ടിമറി അടക്കം അത്രയും മൈന്യൂട്ട് സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ കേരളം പറഞ്ഞത് അനിലിൻ്റെ റിപ്പോർട്ടുകൾ കൂടിയാണ്. ടി പി സെൻകുമാർ, പക്ഷേ 2006 അങ്ങയുടെ ഇടപെടൽ അതിനിർണായകമായതാണ്. പക്ഷേ പിന്നെയും നീണ്ടു, കുറ്റപത്രം വിചാരണയിലേക്ക് പോകാൻ 8 വർഷം എടുത്തു. 22 തവണയാണ് 2ാം പ്രതി ആന്റണി രാജു ഹാജരാവാതെ, ഏതാണ്ട് 10 വർഷത്തോളം പിന്നെയും നീണ്ടു. അങ്ങനെ 30 വർഷങ്ങൾക്കിപ്പുറം ആന്റണി രാജു ശിക്ഷിക്കപ്പെടുന്നത് കേവലം ഒരു കേസ്, അതിലെ പ്രതി ശിക്ഷിക്കപ്പെടുന്നതിനപ്പുറം അതൊരു ഐതിഹാസിക തലമില്ലേ സാർ? ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നതല്ലേ ഇന്നത്തെ വിധി? ടി പി സെൻകുമാർ. ഞാൻ ഈ കേസിനെ പറ്റി കാലത്ത് മിക്കവാറും എല്ലാ മീഡിയയോടും പറഞ്ഞു കഴിഞ്ഞു. അതിൽ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് യങ് IPS ഓഫീസേഴ്സ്, എല്ലാ IPS ഓഫീസേഴ്സും ശ്രദ്ധിക്കേണ്ട കേസാണ്. ഈ കേസ് പോലീസിൽ ഇങ്ങനെ കിടന്നു പോയത് വളരെ മോശമായിപ്പോയി. പോലീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കോടതിയിൽ വളരെ വർഷങ്ങൾ ഇത് കിടന്നു. പക്ഷേ ജയമോഹൻ അന്വേഷിച്ചൊരു കേസായതുകൊണ്ടും ജയമോഹൻ ഇതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടുമാണ് ഞാൻ ഈ കേസ് ശ്രദ്ധിക്കാൻ കാരണം ഞാൻ കൊല്ലത്ത് 1988 SP ആയിട്ട് വരുന്ന സമയത്ത് ജയമോഹൻ കൊല്ലം ഈസ്റ്റിൽ SI ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ജയമോഹൻ തിരുവനന്തപുരത്തേക്ക് വന്നു. ഞാൻ കൊല്ലം SP ആയിട്ട് 3.5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ജയമോഹൻ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഒരു ജഡ്ജ്മെൻറ്റ്, ഹൈക്കോടതി ജഡ്ജ്മെൻറ്റാണ് വായിക്കുന്നത്. അപ്പോൾ അതിൽ എഴുതിയിരുന്നത് ഈ ജയമോഹൻ എന്താണ് ഈ മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ അണ്ടർവെയർ മാറ്റാൻ സഹായിച്ച് ആ കേസ് വിടിയിച്ചാൽ അതിന് സ്ട്രിക്ചർ ഹൈക്കോടതി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അടുത്ത് ഔട്ട്സ്റ്റാൻഡിങ് ഓഫീസറായിരുന്ന ഒരാൾ എങ്ങനെയാണ് 1 വർഷം കൊണ്ട് ഇങ്ങനെ മാറുന്നത്? അപ്പോൾ ഞാൻ ജയമോഹനെ നേരിട്ട് വിളിച്ചു, എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ജയമോഹൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ജയമോഹനോട് ഇത് ടേക്കപ്പ് ചെയ്യണമെന്ന് അന്ന് മുതൽ ആവശ്യപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു അന്ന് രാജഗോപാൽ നാരായൺ സാറ് DGP ആയിരുന്നുകൊണ്ട് ഞാൻ ഏറ്റവും പ്രൊഫഷണലി ബെസ്റ്റ് DGP എന്ന് വിശ്വസിക്കുന്ന, ഇപ്പോഴും അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിനെയാണ്. അപ്പോൾ അദ്ദേഹം ആയിരുന്നുകൊണ്ട് കുറച്ച് ഹെൽപ്പൊക്കെ കിട്ടി. പിന്നെ ഇത് ആ സമയം മുതൽ ഞാൻ ഈ പോലീസിലുള്ള ആൾക്കാരോട്, തിരുവനന്തപുരം സിറ്റിയുടെ ചുമതലയിൽ വരുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ അവരുടെ മുകളിലുള്ള ആൾക്കാരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇതാ ഇങ്ങനെയൊരു കേസുണ്ട്, ഇത് പ്രോപ്പറായിട്ട് അന്വേഷിക്കണം. അത് എന്തുകൊണ്ടോ അന്വേഷണം നടക്കുന്നില്ലായിരുന്നു. അതങ്ങനെ കടന്നുപോയി. എനിക്ക് തോന്നുന്നു വിൻസെൻ്റ് പോളിനോട് പറഞ്ഞു, വിൻസെൻ്റ് പോളിൻ്റെ ഡയറക്ഷൻ കൊടുത്തു. കുറച്ച് നാളത്തേക്ക് അത് പുറത്തു വന്നു. പക്ഷേ വീണ്ടും അതകത്ത് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അപൂർവമായിട്ട് ലോക്കൽ പോലീസിൽ വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 2005-06 ഞാൻ IG സബ് സോണായിട്ട് നിയമിതനായപ്പോൾ ആദ്യം തന്നെ ചെയ്ത പണി ഈ ഫയൽ എടുപ്പിക്കലാണ്. അപ്പോൾ ഈ ഫയൽ എടുപ്പിച്ചു. അത് നോക്കിയപ്പോഴതിൽ ആവശ്യമായിട്ടുള്ള തെളിവുകളൊക്കെ ഉള്ളതാണ്. അത് റൈറ്റ് ഓഫ് വ്യൂം വെച്ചിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വക്കം പ്രഭയായിട്ടുണ്ടാക്കി അതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ കൊടുത്തു. അത് കഴിഞ്ഞ് 2006 തന്നെ ഈ കേസ് ചാർജും ചെയ്തു. അതായത് ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഞാൻ IG ആയിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ ഇത് ചാർജ് ചെയ്തു. പ്രഭ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് പിന്നീട് ഞാൻ ട്രിവാൻഡ്രം സിറ്റിയുടെ ചാർജിൽ വരുന്നത് SPC ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള 10 കൊല്ലം കൂടുന്ന സമയത്തൊക്കെയാണ് ഞാൻ പോലീസിൽ യൂണിഫോം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് എനിക്കുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ, പോലീസിൻ്റെ മുഖത്ത് ഇത്ര മാത്രം കരി വാരി തേച്ച ഒരു കേസാണ്. ആ കേസിൽ ഇത്രയും സത്യസന്ധനായ ഒരു ഓഫീസർ ഉണ്ടായിട്ടും ആ ഓഫീസറെ പോലും സഹായിക്കാതെ, ഇത് ആരുടെ സമ്മർദ്ദത്തിലാണ് ഈ കേസ് അന്വേഷിക്കാതിരിക്കുന്നത്? വാസ്തവത്തിൽ എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല ആരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ IPS ഓഫീസേഴ്സ് ഈ കേസ് ഒതുക്കി വെച്ചതെന്ന്. ഞാൻ IPS എന്ന് പറയാൻ കാരണം അതിൻ്റെ ഉള്ളുകളികൾ അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ 2005-06 DGPക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഈ
ഒതുക്കി വെച്ചിരുന്ന IPS ഓഫീസേഴ്സിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അന്ന് ശ്രീ രാമൻ ശ്രീവാസ്തവ ആയിരുന്നു DGP. യാതൊരു നടപടിയും ഉണ്ടായില്ല. പിന്നെ ഞാൻ മാറിപ്പോയതിന് ശേഷം ഇപ്പം അനിൽ ഇമ്മാനുവലൊക്കെ ആയിട്ട് പിന്നീട് ഞാൻ വളരെയധികം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അറിയാം. പക്ഷേ ഈ കേസ് ഞാൻ ചാർജ് ചെയ്ത് കൊടുത്തിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഏകദേശം ചെറിയ കുട്ടികളോ, ഹാഷ്മിയും അനിലും ഒക്കെ വളരെ ചെറിയ കുട്ടികളായിരിക്കും ഈ കേസ് നടക്കുന്ന സമയത്തിലൊക്കെ. അപ്പോൾ ഇത്രയും 36 വർഷം എടുത്തിട്ട് ഒരു കേസിൽ ശിക്ഷ വരുന്നതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് 3 വർഷത്തെ ശിക്ഷയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമല്ല. പക്ഷേ നേരത്തെ അനിൽ പറഞ്ഞതുപോലെ ഇങ്ങനെയും നടക്കും, അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനും, അതുപോലെ അന്ന് ജസ്റ്റിസ് പത്മനാഭൻ അദ്ദേഹമാണ് ജയൻമോഹൻ്റെ പേരിൽ ഈ സ്ട്രിക്ചർ പാസ്സാക്കിയത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞെങ്കിലും ഇത് സത്യസന്ധമായിട്ട് ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇതിൽ മറ്റൊരു ഭാഗമുള്ളത്, ഇത് കോടതിയുടെ ഒരു കേസാണ്. അതായത് ഇതിലെ പരാതിക്കാരൻ എന്ന് പറയുന്നത് ജില്ലാ കോടതിയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ ശിരസ്തരധാരാണ് ഇതിൽ പരാതി കൊടുത്തത്. എന്നിട്ട് പോലും ഇത് കോടതിയിൽ 2006 കിടന്നതിന് ശേഷം 20 കൊല്ലം എടുത്തു. ഇപ്പോൾ അനിൽ ഇമ്മാനുവൽ വന്ന് ഇത് പൊക്കി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോകാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ ഇതങ്ങനെ കടന്നു പോയാന്. ഇതിലെ സാക്ഷികൾ പലരും മരിച്ചുപോയി. ഇപ്പോൾ ഇതിലെ ഒരു പ്രധാന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് പിന്നീട് വന്ന വക്കം പ്രഭയൊക്കെ ആരോഗ്യം വളരെ ക്ഷയിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് കോടതിയിൽ ഹാജരാകാൻ വന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയേണ്ട എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേസുകൾ, കാരണം ഒരു കേസ് ചാർജ് ചെയ്ത് 20 കൊല്ലത്തിന് ശേഷമൊക്കെ വരുമ്പോഴേക്കും അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ പലപ്പോഴും ഉണ്ടാകില്ല. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു ബന്ധമില്ലാതിരുന്ന കേസാണ്. തിരുവനന്തപുരം സിറ്റിയിൽ സംഭവിച്ചൊരു കേസ്. കൊല്ലം SP ആയിരുന്നു എനിക്ക്. ഈ ജയമോഹൻ എന്ന് പറയുന്ന ഓഫീസറെ പറ്റിയുള്ള ഒരു ആകാംക്ഷ കൊണ്ട് മാത്രം ഞാൻ അതിൽ ഇടപെട്ടതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ കേസ് അറിയാതെ പോയാന്. പക്ഷേ അത് അറിഞ്ഞ വശം ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഫോളോ ചെയ്തു. അത് അന്വേഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം എനിക്ക് അവസരം കിട്ടിയ സമയത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷന് പ്രോപ്പറായിട്ട് ഓർഡർ ഇട്ട് അത് പ്രോപ്പറായിട്ട് ചാർജ് കൊടുക്കാൻ പറ്റി എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ സാജു ജോസഫിനെ പറ്റി പറഞ്ഞു. സാജുവിൻ്റെ പല കാര്യങ്ങളിലും സാജുവിനെ ഞാനൊരു ഡെവിൾസ് അഡ്വക്കേറ്റായിട്ടാണ് എടുക്കുക. സാജു LLB ഒന്നും അല്ല, പക്ഷെ നന്നായിട്ട് അങ്ങനെ നിയമം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ പോലീസിൽ റൂൾസ് ഉണ്ടാക്കാനായിട്ട്, ആക്ടിന് റൂൾസ് ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോൾ ഞാൻ സാജു ജോസഫിനെ എടുത്ത് അതിലിട്ടായിരുന്നു. കാരണം ഈസ് എ ഡെവിൾസ് അഡ്വക്കേറ്റ്. അപ്പോൾ ആ സമയത്ത് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. അപ്പോൾ ഒരു കൗണ്ടർ ഇതായിട്ട് ആർഗ്യൂ ചെയ്യാനൊക്കെ പറ്റിയ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹെൽപ്പ് കിട്ടിയത് നന്നായി. ഏതായാലും എനിക്ക് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇതാണ്, ഇങ്ങനെ തേച്ച കരി. പക്ഷെ അൾട്ടിമേറ്റ്ലി അനിലിനെ പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ വേണ്ടി വന്നത് മാറ്റി കളയാനായിട്ട്. എന്തുകൊണ്ട് നമ്മുടെ പോലീസ് ഓഫീസർമാർക്ക് എനിക്കിപ്പോഴും അത്ഭുതമാണ്. ആരുടെ സമ്മർദ്ദത്തിലാണ്? എനിക്കൊരു സമ്മർദ്ദം ഉണ്ടായില്ല, പൊളിറ്റിക്കൽ സമ്മർദ്ദമൊന്നും ഉണ്ടായില്ല. ആകെ കൂടി ഉണ്ടായത് 2006 ഇലക്ഷന് മുമ്പായിട്ട് ഡോക്ടർ KC ജോസഫ്, അത് കേരള കോൺഗ്രസ് ഒരു വിഭാഗത്തിൻ്റെ, അത് കുട്ടനാട് MLA ആയിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇങ്ങനെയൊരു കേസുണ്ട്, അത് സത്യസന്ധമാണോ എന്നൊന്ന് അറിയണം. ഞാൻ പറഞ്ഞു വളരെ സത്യസന്ധമായ കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താ കാര്യം? അല്ല, അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചോളം അത് വളരെ സത്യസന്ധമായിട്ടൊരു കേസാണ്, അത് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇത് മാത്രമാണ് എനിക്കിതിലുള്ളത്. എന്നെ ഒരു പൊളിറ്റീഷ്യൻ വിളിക്കുകയോ എന്നെ വേറൊരു സീനിയർ ഓഫീസർ വിളിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സമ്മർദ്ദം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് മുമ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇത് ഒളിച്ചു വയ്ക്കുകയും മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്ത ഓഫീസർമാർക്ക് എന്ത് സമ്മർദ്ദമാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. മാത്രമല്ല ഇതില് ലോക്കൽ പോലീസിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞ കാലത്തിന്റെ ഒഴുക്കിൽ ആ സമ്മർദ്ദ ശക്തി വെളിപ്പെടട്ടെ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ KK ജയമോഹൻ, ഇവിടെ സെൻകുമാർ സാർ പറയുന്നത് പോലെ ഞാൻ ജനിക്കുന്ന 86-ലാണ്. 90-ൽ ഇപ്പോൾ അനിലിമ്മാലിനും അത്രയൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ. 90-ൽ കേസ് നടക്കുമ്പോൾ എനിക്ക് 4 വയസ്സാണ്. അന്ന് 4 വയസ്സുള്ള ഞാൻ ഇപ്പോൾ നമ്മളെല്ലാം ഈ വിഷയം ചർച്ച ചെയ്ത് അന്ന് നടന്ന ഒരു കേസിലെ കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെട്ടു എന്ന ചർച്ച നടത്തുന്നത് തന്നെ നീതിയുടെ നിയമത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്ത കാവ്യനീതിയൊക്കെയാണല്ലോ. ജയമോഹൻ സാർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. എന്നാൽ അത്രയധികം ഷുവർ ഷോട്ട് കേസായിരുന്നു, ഉറപ്പുള്ള തെളിവാണ്.
അതുകൊണ്ടാണ് 10 വർഷം 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഹാജരാവുന്ന നമ്മൾ ബി രാമപിള്ള വക്കീൽ എന്ന് പറയുന്ന പോലെ അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ ഒരു വക്കീൽ ഹാജരായിട്ടും ഈ ഉറപ്പുള്ള തെളിവിലാണ് 10 വർഷം ശിക്ഷ കിട്ടുന്നത്. ഹൈക്കോടതിയിൽ ആ അടിവസ്ത്ര അട്ടിമറി തിരിച്ചറിഞ്ഞു, ചതിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുന്ന ആ നിമിഷമുണ്ടല്ലോ, അതിപ്പോൾ ഓർമ്മയുണ്ടോ? മിസ്റ്റർ ഹാഷ്മി, തീർച്ചയായിട്ടും എനിക്ക് ഇതിലെ ഓരോ നിമിഷവും എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം ഇതൊക്കെ ഹൃദയത്തിന് വളരെ വേദനയുണ്ടാക്കിയ സംഭവ പരമ്പരകളാണ്. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്കൊരു 30-31 വയസ്സുള്ള സമയത്ത് 1990-ൽ സംഭവിച്ച കാര്യമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോ ഇതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ വീഴ്ച എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ MO കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ്. പക്ഷേ എനിക്ക് വളരെ കൃത്യമായി ഇതിൽ സംശയം തോന്നാൻ കാര്യം, ഇതിൻ്റെ ട്രയൽ നടക്കുന്ന ദിവസം ശ്രീ ആൻ്റണി രാജു, ഞാൻ ട്രയൽ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഒരു വർത്തമാനം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് കോടതി വരാന്തയിൽ വെച്ച് തന്നെയാണ് പറഞ്ഞു, ഈ കേസിൽ ഞങ്ങളൊരു ബോംബ് വെച്ചിട്ടുണ്ട്, അത് ഈ കേസ് കഴിയുന്നതോടെ പൊട്ടും, അതോടെ നിങ്ങളുടെ കേസ് എന്നും പറഞ്ഞു പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിവരം ഞാൻ അന്ന് തന്നെ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തോട് അറിയിച്ചു. ആ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഇത് പറഞ്ഞു, ഇത് വളരെ നല്ല കേസാണ്, പക്ഷെ നല്ല തെളിവുണ്ട്, കുഞ്ഞിരാമ മേനോൻ സാറിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ വക്കീലിനെ കൊണ്ടുവന്നതിൽ നിന്ന് തന്നെ അവർ വളരെ ഭയന്നിരിക്കുകയാണ്, അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇതിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോടതിയിൽ ഇതിൻ്റെ ട്രയൽ നടക്കുമ്പോൾ ശ്രീ കുഞ്ഞിരാമ മേനോൻ അവറുകൾ എന്നോട് ചോദിച്ചു, ഈ അടിവസ്ത്രം പ്രതിക്ക് ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്തു പറയും? ഞാൻ പറഞ്ഞു, ഈ കോടതി ഇപ്പോൾ തന്നെ ഇതിവിടെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷേ എന്തോ കാരണത്താൽ കോടതി ഇത് ടെസ്റ്റ് ചെയ്തില്ല, അതിവിടെ നിന്ന് പോയി. ആ പ്രതിഭാഗമാണെങ്കിൽ അതിവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് ഒട്ടും തന്നെ അവർ അതിനെ പ്രസ് ചെയ്യുകയും ചെയ്തില്ല. ഇങ്ങനെയാണ് ഇത് പോയത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ തെറ്റുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി. അത് കോടതിയിലെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വക്കീലന്മാരും ഈ പറഞ്ഞ ആൻ്റണി രാജുവിനെയും ഒക്കെ ബന്ധപ്പെടുത്തി സംശയങ്ങൾ എനിക്ക് തോന്നി. അത് പ്രകാരം ഞാൻ അക്കാലത്ത് തന്നെ ഒട്ടും താമസമില്ലാതെ ഞാൻ സുപ്രീം കോടതിയിലൊക്കെ പോയ അതോടൊപ്പം തന്നെ ഞാൻ ഹൈക്കോടതി വിജിലൻസിൽ പരാതി കൊടുത്തിരുന്നു. ആ ഹൈക്കോടതി വിജിലൻസിലെ പരാതിയാണ് പിന്നീട് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച് ഇത് കോടതിയിൽ നടന്ന ഒരു പ്രാഥമികമായ പരിശോധനയാണ് അവർ നടത്തിയത്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഇത് കോടതിയിൽ നിന്ന് തന്നെയാണ് ഈ തിരിമറി ഉണ്ടായിട്ടുള്ളത്. കാര്യം ഇത് പോലീസിൻ്റെ കയ്യിൽ 24 മണിക്കൂർ പോലും ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. 4-ാം തീയതി വൈകിട്ട് കേസ് നടക്കുന്നു, 5-ാം തീയതി രാവിലെ ഇത് കോടതിയിൽ ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുന്നു. അതിനിടയിൽ എവിടെയാണ് തിരിമറിക്ക് സമയം? അന്ന് ഹൈക്കോടതിയിൽ നിന്ന് താങ്കൾക്കെതിരെ പരാമർശം ഉണ്ടായി. മാത്രമല്ല ഇയാളൊരു വിദേശ പൗരനാണല്ലോ, ഓസ്ട്രേലിയക്കാരനാണ്. അപ്പോൾ ഒരു വിദേശ പൗരനെ കള്ളക്കേസിൽ കുടുക്കി 10 വർഷം ശിക്ഷ വിധിച്ച ഉദ്യോഗസ്ഥർ എന്നൊക്കെയുള്ള നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞ കരിയോയിൽ അങ്ങേക്ക് ബാധകമായിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും അത് നമ്മുടെ കരിയറിൽ നമുക്ക് സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സംഗതിയായാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ആയാൽ പോലും ഒരു അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. പക്ഷേ ഒരു അന്വേഷണവും നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഹൈക്കോടതി വിജിലൻസിനെ അപ്രോച്ച് ചെയ്തതും അതുവഴി പിന്നീട് ഹൈക്കോടതി ഓർഡർ കൊടുത്ത് ഈ അന്വേഷണം നടന്നതും. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ ശ്രീ അനിൽ ഇമാനുവലും സെൻകുമാർ സാറും ഇവിടെ പറഞ്ഞു. ഞാൻ ഈ കേസിൻ്റെ ഇന്ന് നടന്ന ഈ വിധിയുടെ സകല ക്രെഡിറ്റും കൊടുക്കുന്നത് ശ്രീ സെൻകുമാർ സാറിനും ശ്രീ അനിൽ ഇമാനുവലിനും അന്ന് യശശരീരനായ DGP രാജഗോപാൽ നാരായൺ സാറിനും അതോടൊപ്പം ഇതിന് നമ്മെ സഹായിച്ച മിസ്റ്റർ സാജു, അദ്ദേഹത്തിൻ്റെ സഹായം ഒട്ടും ചെറുതല്ല, ജോസഫ് സാജു, നമ്മുടെ റിട്ടയർഡ് SP, അദ്ദേഹം ഈ കേസ് നന്നായി അന്വേഷിച്ച നമ്മുടെ വക്കം പ്രൊഫസർ, ഇവരെയൊന്നും ഇവരുടെയൊക്കെ എൻ്റെ റോൾ ഇതിൽ തുലവും ലിമിറ്റഡാണ്. ഇത് സെൻകുമാർ സാറിനെ പോലെ ഉള്ള അതായത് ഒരു നല്ല മേലുദ്യോഗസ്ഥൻ്റെ ലക്ഷണം എന്താണ്? താഴെയുള്ള ഉദ്യോഗസ്ഥരെ പറ്റി മനസ്സിലാക്കുകയും അവരുടെ വികാരം അവർക്കുണ്ടാവുന്ന ഒഫീഷ്യലായിട്ടുണ്ടാകുന്ന
അവരുടേതല്ലാത്ത കുറ്റം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ അവരെ സഹായിക്കുകയും അത് അറിഞ്ഞ് പെരുമാറുകയും ചെയ്യുക, അങ്ങനത്തെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇല്ലാതായി വരുന്നിരിക്കുന്നു. ഒരുപക്ഷെ അങ്ങനത്തെ ആ ശ്രേണിയിലെ ഉദ്യോഗസ്ഥരിലെ അവസാന കണ്ണിയാണ് സെൻകുമാർ സാറെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം എടുത്ത ശ്രമങ്ങൾ ഒരുപക്ഷെ ഞാനൊക്കെ ശ്രമിച്ചതിൽ നിന്നും എത്രയോ കൂടുതലാണ് സെൻകുമാർ സാറും അതുപോലെ തന്നെ നമ്മുടെ അനിൽ ഇമ്മാനുവലിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ അനിൽ ഇമ്മാനുവൽ വരുന്ന സമയത്ത് ഞാൻ അനിൽ ഇമ്മാനുവലിനെ തികച്ചും ഞാൻ എൻ്റർടൈൻ ചെയ്തിരുന്നില്ല. കാര്യം എൻ്റെ അനുഭവത്തിൽ മിക്ക ജേർണലിസ്റ്റും ഒരു ബ്രേക്കിംഗ് ന്യൂസിനപ്പുറം ഇതിനൊരു ഡെപ്ത് കണ്ടിരുന്നില്ല. പക്ഷേ അനിൽ ഇമ്മാനുവൽ വാസ് റിലൻലെസ് ആയിരുന്നു. അയാൾക്ക് ഈ കാര്യം മനസ്സിലായി, ഇതിൽ സത്യമുണ്ടെന്ന് ബോധ്യമായി. അദ്ദേഹം അതിൻ്റെ പിന്നാലെ നടന്നു. എന്നെ പലവട്ടം വന്ന് കണ്ടു. അവസാനം ഈ പല ഡോക്യുമെൻസും അപ്രാപ്യമെന്ന് കരുതിയ പല ഡോക്യുമെൻസും അദ്ദേഹം എടുത്ത് ഹാജരാക്കി കൊണ്ടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമ്മതിക്കാതെ വയ്യ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് മുതലാണ് ഇത് ഞങ്ങളുടെ ഒരു ടീം വർക്ക് ഇതിൽ വർക്ക് ചെയ്തതും ആ വർക്ക് ഇന്ന് വിജയിച്ചു. ഞാനിലേക്ക് 3 പേർക്ക് 7:30 പോകണ്ട, അതുകൊണ്ട് ഞാനിലേക്ക് ഒന്നുകൂടെ പോകുന്നു. ഷാനിൽ ഇമ്മാനുവൽ, ഇവിടെ താങ്കളുടെ ഫേസ്ബുക്കിൽ വന്നതും മീഡിയ സിൻഡിക്കേറ്റിൽ വന്നതുമായ ആ റിപ്പോർട്ടുകളൊക്കെ മൊത്തം കമ്പോടും വായിച്ച ആളാണ് ഞാൻ. എന്നാൽ അതിൽ മുഴുവൻ എല്ലാ രേഖകളും ഫുൾ പ്രൂഫാണ്. എന്ന് പറഞ്ഞാൽ അതിൽ ഇന്നത്തെ ശിക്ഷാവിധിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ പറയുന്ന ഈ തൊണ്ടി മുതൽ ഒപ്പിട്ട് വാങ്ങി തിരിച്ചു കൊടുത്തു വന്ന ആനന്ദരാജുവിൻ്റെ ഒപ്പ്, അതിൻ്റെ അക്ഷരപരിശോധന, 10 തവണ എന്തോ എഴുതിപ്പിച്ച ആ കാര്യങ്ങൾ, ഈ അടിവസ്ത്രം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കൊള്ളാവുന്ന ഒരു തയ്യൽക്കാരൻ്റെ ഒരു പക്ഷേ അടിവസ്ത്രം കൊണ്ടുകൊടുത്താൽ പക്ഷേ കേസ് ഇങ്ങനെ ആവില്ലായിരുന്നു എന്നതടക്കം കംപ്ലീറ്റ് ഫുൾ പ്രൂഫ് എല്ലാ രേഖയും ഉണ്ട്. എല്ലാ രേഖയും ഉണ്ടായിരുന്നിട്ടും ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടും പിന്നെ എടുത്തില്ലേ 10 വർഷം. എന്തുകൊണ്ടാകാം ഈ പറയുന്ന വല്ലാത്ത കാലതാമസം ഉണ്ടായത് ശ്രീ അനിൽ ഇമ്മാനുവൽ? അത് പറയുമ്പോൾ നമ്മുടെ ജുഡീഷ്യറിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും. പക്ഷേ അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാൻ, ഹാഷ്മി പറഞ്ഞതുപോലെ രേഖകളെല്ലാം എല്ലാം കണ്ടുവല്ലോ. അപ്പോൾ അങ്ങനെ രേഖാമൂലം എൻ്റെ കയ്യിലില്ലാത്ത ഒന്നായതുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായി ഞാൻ പറയാൻ ആളല്ല. കാരണം കേസിൻ്റെ മെറിറ്റിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, 22 തവണ നെടുമങ്ങാട് കോടതിയിൽ 2014 മുതൽ 2022 വരെ 22 തവണ ഈ കേസ് വിളിച്ചിട്ട് ഒറ്റ തവണ പോലും പ്രതി ഹാജരായില്ല. എന്നിട്ടും ഒരു തവണ പോലും ഒരു വാറന്റ് ഈ പ്രതികൾക്ക് പോയില്ല. ഇത് കേരളത്തിൽ ഏത് കേസിൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു മുമ്പ് 2006 കുറ്റപത്രം സമർപ്പിച്ച ശേഷം 2006 മുതൽ 2014 വരെ വഞ്ചൂർ കോടതിയിൽ ഇരിക്കുന്നുണ്ട്. ആ 8 വർഷമായപ്പോൾ 8 വർഷമാകുമ്പോൾ പ്രയോറിറ്റി ഈ കേസ് ട്രയൽ നടത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഘട്ടം എത്തിയപ്പോൾ 2 പ്രതികൾ പറയുകയാണ്, ഞാൻ ഈ കോടതിയിലെ പ്രാക്ടീസിങ് ലോയറാണ്. അപ്പം മറ്റേ ആൾ പറയുന്നു, ഞാൻ ഈ കോടതിയിലെ സ്റ്റാഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കേസ് നടത്തിയാൽ നന്നാവില്ല എന്ന് പ്രതികൾ തന്നെ പറയുകയാണ്. സാധാരണ ഇത് പോലീസാണ് പറയേണ്ടത്, അല്ലെ പ്രോസിക്യൂഷനാണ് പറയേണ്ടത്. ഈ പ്രതികൾ ഇത് പറയുമ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് കോടതി നെടുമങ്ങാടേക്ക് മാറ്റുന്നു. അവിടെ വീണ്ടും 8 വർഷം ഇരിക്കുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞ 8 വർഷം ഇരിക്കുന്നതിനിടെ ഒരിക്കൽ പോലും പ്രതി ഹാജരാവുന്നില്ല, ഒരു വാറന്റ് പോലും അയക്കുന്നില്ല. ഇത് ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ഞാനൊരു കമ്പാരിസൺ ഞാൻ എഴുതിയിരുന്നു. അതായത് ഈ കേസ് നടക്കുന്ന നെടുമങ്ങാട് JFMC ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ലാണ്. അതേ JFMC കോടതി 2 ഉണ്ട്, തൊട്ടടുത്ത റൂമിലുള്ള ഹാളിലുള്ള കോടതി 2 ഉണ്ട്. ആ കോടതിയിൽ ഈ 811 ഈ കേസ് നമ്പർ 811 അതേ നമ്പറുള്ള 2014 ആ കോടതിയിലെത്തിയ 814 നമ്പർ കേസിൽ ഒരു സത്യൻ പ്രതിയാണ്. അതൊരു പൊതുസ്ഥലത്ത് കേരള പോലീസ് ആക്ട് പ്രകാരമുള്ള ഒരു ചെറിയ കുറ്റമേ ഉള്ളൂ, പൊതുസ്ഥലത്ത് മര്യാദ വിട്ട് പെരുമാറുക എന്നുള്ളത്. അത് 6 തവണ സിറ്റിംഗ് നടന്നു, 2 തവണ പ്രതി ഹാജരായില്ല. അടുത്ത തവണ വാറന്റാണ്, പ്രതിയെ പോലീസ് എത്തിച്ചു കാണും. കേസ് ഡിസ്പോസൽ ഈ കോഴ്സിൽ നോക്കി നമുക്ക് വെരിഫൈ ചെയ്യാം, ഈ കോഴ്സ് സൈറ്റിൽ നോക്കി വെരിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ കേസ് നടത്തുന്ന നമ്മുടെ കോടതികൾ ഈ 16 വർഷം അവിടെ കെട്ടിക്കിടന്ന കേസിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു ചെറുവിരൽ അനക്കിയില്ല? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇടപെടുന്നത് വരെ, ഇടപെടുമ്പോൾ പോലും ആ ഡോക്യുമെന്റ്സ് അവിടെ നിന്ന് എടുക്കാനുണ്ടായ പ്രയത്നം ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ജുഡീഷ്യറി ഇത്രയധികം മോക്കറിയാക്കിയ ഒരു കേസ് നമ്മുടെ നാട്ടിൽ വേറെയില്ല. പോലീസ് കാണിച്ചത് ഈ പരിപാടികൾ നമ്മൾ നേരത്തെ തന്നെ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. പക്ഷെ കോടതി ഇത്രമേൽ അപഹാസ്യരായ, കോടതി കബളിപ്പിക്കപ്പെട്ട ഒരു കേസിൽ എന്താണ് ജുഡീഷ്യറി ഇക്കാര്യത്തിൽ ചെയ്തത്? സുപ്രീം കോടതി മാത്രമാണ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി ഇനി ഒരു നടപടിക്രമത്തിന്റെ നൂലാമാലകളും പറഞ്ഞ് വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന് വിചാരണയ്ക്ക് ഹാജരാകാനാണ് പ്രതികളോട് പറഞ്ഞത്. എന്നിട്ടാണ് 2024 നവംബർ 20 ഇട്ട ഓർഡർ പ്രകാരം ഇപ്പോൾ വിചാരണ നടത്തി പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ ഈ കേസ് ഇങ്ങനെ ഇരുന്ന് പോയതിൽ ആർക്കാണ് ഉത്തരവാദിത്വം? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആരന്വേഷിക്കും? അവിടെയാണ് പ്രശ്നം. ഓക്കെ, എന്തായാലും ആ മുകൾത്തട്ടിലിരിക്കുന്ന 3 പേരാണ് ഈ കേസിൻ്റെ ഈ കേസിൻ്റെ പ്രധാന ശില്പികൾ, അല്ലെങ്കിൽ ഈ കേസിൻ്റെ പ്രധാന മുന്നോട്ട് നയിച്ച ഡ്രൈവുകളിൽ പ്രധാനികൾ. 3 പേർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. 7:30 3 പേർക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. താങ്ക് യു ശ്രീ സെൻകുമാർ, താങ്ക് യു ശ്രീ ജയമോഹൻ, താങ്ക് യു ശ്രീ അനിൽ ഇമ്മാനുവൽ.
ഷഡ്ഗർ ബി എൻ അസ്കർ, ഇവിടെ ഇത്രത്തോളം ഹീനമായ നീചമായ ഒരു കേസിൽ പ്രതിയായിരുന്ന ഒരാൾ 2.5 വർഷം നമ്മളെ ഭരിച്ചു എന്ന് പറയുന്നത് നമുക്ക് നാണക്കേടല്ലേ സി അസ്കർ? ഹാഷ്മി, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതം മൂലം ഈ കേസ് ഇപ്പോൾ 3.5 പതിറ്റാണ്ടിന് ശേഷം വിധിവന്നിരിക്കുന്നു എന്നത് ആശ്വാസത്തിൻ്റെ മേലാണ് നാം ഇപ്പോൾ വർത്തമാനം പറയുന്നത്. ഏറ്റവും പരമപ്രധാന ഇക്കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് ഒരു പോലീസ് നടത്തിയിട്ടുള്ള അട്ടിമറിയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുള്ള കുറ്റകൃത്യമോ അല്ല. എൻ്റെ വീട്ടിലോ എൻ്റെ ഓഫീസിലോ അങ്ങയുടെ വീട്ടിലോ ഓഫീസിലോ ഒരു കുറ്റകൃത്യം നടന്നാൽ അതിൽ കാലതാമസം ഉണ്ടാവുകയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികതയുണ്ട്. ഇവിടെ കോടതി മുറിക്കുള്ളിൽ കോടതി സൂക്ഷിക്കേണ്ട, കോടതിയെ ഏൽപ്പിച്ചിരിക്കുന്ന, എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു തൊണ്ടിമുതൽ, ആ തൊണ്ടിമുതൽ നഷ്ടപ്പെട്ടിട്ട് 36 കൊല്ലം എടുത്തു അത് സംബന്ധിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു വിധി പറയാൻ എന്ന് പറയുന്നത് ജുഡീഷ്യറിക്ക് തന്നെ വല്ലാത്ത നാണക്കേടാണെന്ന്. ജുഡീഷ്യറിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇത് പരിശോധിക്കാതെ ഇരിക്കുകയും ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്താതിരിക്കുകയും ചെയ്ത സൂപ്പർവൈസറി പവറുള്ള മജിസ്ട്രേറ്റിന്റെ മുകളിൽ സൂപ്പർവൈസറി പവറുള്ള ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരുണ്ടായിരുന്നു, അവർക്ക് മുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ടായിരുന്ന ജില്ലാ ജഡ്ജിമാരുണ്ടായിരുന്നു, അവർക്ക് മുകളിലുള്ള ഹൈക്കോടതി ജഡ്ജിമാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരാരും ശ്രദ്ധിക്കാതെ ഇവരുടെ ആരുടെയും ശ്രദ്ധയില്ലാതെ പോകുന്നു ഇത്തരം കേസുകൾ എന്ന നിർഭാഗ്യകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള അതൊരു സൂപ്പർവൈസറി ട്രാജഡി ആയിരുന്നോ അതോ ഒരു ഇൻഡ്യൂസ്ഡ് ട്രാജഡി ആണോ? ഇത് ഈ പറയുന്ന സമ്മർദ്ദത്തിൽ, രാഷ്ട്രീയ സമ്മർദ്ദത്തിലോ എന്തെങ്കിലും സമ്മർദ്ദത്തിൽ ട്രാജഡി ആയിരുന്നോ എന്ന് എന്താണ് തെളിയുന്ന പോലെ വരുന്ന ആളുകൾ തെളിയട്ടെ. നോക്കൂ, ഈ കേസിന് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ അറിയില്ലേ? ഇപ്പോൾ ജെട്ടിക്കേസ് എന്ന രാഘവത്തിൽ പറയുന്നതാണെങ്കിൽ കൂടിയും ഈ കേസിനെ എല്ലാവർക്കും അറിയാം. ഈ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് 2006 ആന്റണി രാജു ഒരു സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് VS ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതും പിന്നീട് ഉണ്ടായതും എല്ലാവർക്കും അറിയാം. ഈ കേസിൽ ആന്റണി രാജു പ്രതിയാണെന്നും എന്താണ് അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റമെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ നമ്മുടെ മന്ത്രിയായി നമ്മളെ ഭരിച്ചു എന്ന് പറഞ്ഞാൽ രാജ്യചരിത്രത്തിൽ കേട്ടുകളിയുണ്ടോ? ഒരു അടിവസ്ത്രം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അതിൽ ഉടായ്പ കാണിച്ച് തിരിച്ചു വെച്ച് ഒരു മാരകമായ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തിയ ഒരാൾ നമ്മുടെ മന്ത്രിയായിരിക്കുന്നു എന്ന് പറയുന്നത് രാജ്യചരിത്രത്തിൽ, ലോകചരിത്രത്തിൽ എവിടെ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല സിയാസ്കർ. നാണക്കേടല്ലേ നമുക്കൊക്കെ? ഹാഷ്മി, മലയാള സിനിമയിലെ ഒരു സീനിന് പോലും പ്രചോദനമായിട്ടുള്ളതാണ് ഈ കേസ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഈ കേസ് അറിയാത്തവരായി ആ 90-കൾക്ക് ശേഷമുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സ്വാഭാവികമായും 2006 സഖാ VS എന്ന വിപ്ലവ സൂര്യനെടുത്ത ആ രാഷ്ട്രീയ ആർജവം എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം പിൽക്കാലത്ത് എടുത്തിരുന്നില്ല, അല്ലെങ്കിൽ ഈ 2021 എടുത്തില്ല എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതിനുത്തരം പറയേണ്ടത് ഇടതുപക്ഷത്തിന്റെ ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ സൂചനയാണ് 36 കൊല്ലം ഒരു കേസ് നടന്നിട്ട് 36 കൊല്ലം കഴിഞ്ഞ് കോടതിയിലെത്തുകയും അത് കോടതിയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതിലെ പേപ്പർ താളുകൾ പോലും പൊടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇതിലെ തെളിവുകൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററി എവിഡൻസുകളായിരുന്നിരിക്കും. ആ ഡോക്യുമെന്ററി എവിഡൻസുകൾ പോലും പൊടിഞ്ഞ് നാമാവിശേഷമായി പോകുന്ന സാഹചര്യത്തിൽ പോലും 7 കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പേപ്പറുകളെല്ലാം കോടതികൾ കത്തിച്ചു കളയാറാണ് പതിവ്. അപ്പോൾ സ്വാഭാവികമായും 36 കൊല്ലം മുമ്പുള്ള രേഖകൾ, ആ രേഖകളിൽ നിന്ന് ഒരു കേസിലേക്ക്, ശിക്ഷയിലേക്ക് പോകുമ്പോൾ എന്ത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് എന്ത് രാഷ്ട്രീയ പ്രേരിതത്തിന്റെ വ്യാഖ്യാനങ്ങൾ ചമച്ചാലും ആ രാഷ്ട്രീയ പ്രേരിതത്തിനപ്പുറം ഇടതുപക്ഷത്തിന്റെ ഒരു ആർജവം ഉണ്ടാകേണ്ടതായിരുന്നു. അതാണ് VS-നെ പോലെ 2021 ഇല്ലാതായി പോയി എന്നുള്ളതാണ്. നമ്മൾ മിസ്സിംഗ് ആലോചിക്കുന്നില്ലേ? VS ഉണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ വർഗീയത പറഞ്ഞ് നടക്കുമായിരുന്നു. VS അച്യുതൻ ചോദ്യം ചോദിച്ചൊരു മാധ്യമപ്രവർത്തകർ തീവ്രവാദം എന്ന് വിളിച്ചാൽ കനത്ത വാക്കിനും VS മറുപടി കൊടുക്കില്ലായിരുന്നു. VS-ന്റെ വാക്കുകൾ നമുക്ക് നഷ്ടമാണ്. അത് VS-ന്റെ വാക്കുകൾക്ക് പകരം വെക്കാൻ VS മാത്രമേ ഉള്ളൂതാനും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അസ്കർ, ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ അസ്കർ തുടങ്ങിയ ഈ ജുഡീഷ്യറിയുടെ പ്രശ്നം അതും പ്രശ്നമായി തന്നെ കണക്കാക്കണം. കാരണം എന്താണ്, ഇയാൾ ഈ സാൽവഡോർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി ഓസ്ട്രേലിയയിൽ പോയിട്ട് മർഡർ കേസിൽ അവിടെ അകത്തായി എന്ന് പറഞ്ഞാൽ അവിടുന്ന് സഹതടവുകാരൻ വീമ്പ് പറഞ്ഞ എങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും, കാരണം എന്താണ്, ഞാൻ അവിടെ 10 വർഷം ശിക്ഷിക്കപ്പെട്ട കേസിൽ ഞാൻ അവിടെ സ്വാധീനിച്ച് രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയൻ ഏജൻസിക്ക് അത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. സല്യൂട്ട് ഓസ്ട്രേലിയ. അത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്റർപോളിലോട്ട് പോകുന്നു, ഇന്റർപോളിൽ നിന്ന് ഡൽഹി CBI-യിലേക്ക്, അവിടുന്ന് CBI സിറ്റി പോലീസ് കമ്മീഷണർ കത്തയക്കുന്നു. 94 കാര്യമാണ്.
അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കിടക്കുക. കേസ് ഇങ്ങനെ നീണ്ട് കിടന്ന് ദാ 35 വർഷങ്ങൾ. അതെന്തൊരു വൈകലാണ് ശ്രീ പ്രശാന്ത് പത്മനാഭൻ. തീർച്ചയായിട്ടും വൈകലാണ്. പക്ഷേ വൈകിയാണെങ്കിലും നീതി വന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ കേസിൻ്റെ പ്രത്യേകതകൾ ഞാൻ ആലോചിക്കുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തോന്നുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഓരോ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ, മാധ്യമപ്രവർത്തകർ, പിന്നെ പോലീസിൻ്റെ വളരെ ഉയർന്ന തലപ്പത്തിലൊന്നും അല്ലായിരുന്ന ഒരാൾ തന്നെ. അദ്ദേഹം ആ സമയത്ത് ഇത് മുൻപന്തിയിൽ നിന്ന് ഹൈക്കോടതിയിൽ പോയി പ്രത്യേക ഹർജി സമർപ്പിക്കുകയും കേസ് മുന്നോട്ട് വരാൻ കാരണമാവുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ബാക്കി പാനലിസ്റ്റുകൾ, അതുകൂടാതെ ഈ വിഷയം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം അതിലൊരു പ്രധാന പങ്ക് വഹിച്ചു. കോടതിയിൽ നിന്ന് പല പ്രാവശ്യം അഡ്ജേൺമെൻറ്റ് വാങ്ങി എന്ന് പറയുമ്പോഴും അതൊരു വീഴ്ച ആ സിസ്റ്റത്തിന് പല സ്ഥലങ്ങളിലും ഒരു പരാജയം സംഭവിച്ചപ്പോഴും തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഹൈക്കോടതിയിൽ പോയി ഒരു പ്രാവശ്യം എന്തുകൊണ്ടാണ് ശ്രീ ആൻ്റണി രാജു അത് ക്വാഷ് ചെയ്ത് മേടിച്ചത്? അതായത് ഹൈക്കോടതി പറയാണ്, ഈ കേസ് തൊണ്ടി മുതൽ അതിനകത്ത് കളവ് കാണിച്ച ഒരു ഇഷ്യൂ പരിഗണിക്കണം എന്ന് പറഞ്ഞ് വിജിലൻസിന് റിപ്പോർട്ട് ചെയ്യുക, FIR ഫയൽ ചെയ്യാൻ ജില്ലാ കോടതിയോട് നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട് CRPCയിൽ 195 എന്ന് പറയുന്നൊരു പ്രൊവിഷനുണ്ട്. കോടതിയിലിരിക്കുന്ന ഒരു തെളിവിനെ സംബന്ധിച്ച് അതിലെന്തെങ്കിലും കളവ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കോടതിയുടെ കംപ്ലയിൻറ്റിൻ്റെ പുറത്ത് വേണം കേസ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം കോടതിയായിരുന്നു ഇത് ചെയ്യേണ്ടത്, ക്രിമിനൽ കോടതിയായിരുന്നു ചെയ്യേണ്ടത്, ഹൈക്കോടതി അല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്വാഷ് ചെയ്ത് മേടിച്ചത്. അതിനെതിരെ സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ആ വകുപ്പ് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ആ കോടതിക്ക് മുകളിലുള്ള കോടതിയാണ് ഹൈക്കോടതി. ആ ഹൈക്കോടതിയാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറാണോ ജുഡീഷ്യൽ പവറാണോ ഉപയോഗിച്ചതെന്നുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ വരുന്നില്ല. അപ്പോൾ അങ്ങനെ നിയമത്തിൻ്റെ നൂലാമാലകളെ സങ്കീർണതകളൊക്കെ മാറ്റിവെച്ച് നീതിന്യായ വ്യവസ്ഥ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വാക്കുകളിൽ വളരെ കൃത്യമായിട്ട് അത് എഴുതിയിരിക്കുന്നത്, സീരിയസ് അലിഗേഷൻസ് ഓഫ് ഇൻ്റർഫിയറൻസ് വിത്ത് ജുഡീഷ്യൽ പ്രോസസ് വിച്ച് സ്ട്രൈക്സ് അറ്റ് ദ വെരി ഫൗണ്ടേഷൻസ് ഓഫ് ഡിസ്പെൻസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ശ്രീ CT രവികുമാറിന്റെ ജഡ്ജ്മെന്റാണ്. അതിനുശേഷമാണ് 1 വർഷത്തിനകത്ത് ഇതിൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് കോടതി. അതിനു മുമ്പുള്ള വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇപ്പം ഞങ്ങലുകയാണ്. അതായത് പ്രശാന്ത് പത്മനാഭൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടുന്ന് വന്നു, എവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്റർപോൾ CBIയിലേക്ക് എത്തി. CBIയിലേക്ക് വന്ന പാടി ഈ പറയുന്ന പാവ ഉദ്യോഗസ്ഥർ ജയമോഹൻ അതുമായി ഹൈക്കോടതി രജിസ്ട്രാറിലേക്ക് ഓടി. അവിടെ ഇരുന്നു, അത് അനങ്ങിയില്ല. ഉദ്യോഗസ്ഥർ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി ഹൈക്കോടതി നടപടിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ടു. വിജിലൻസ് അന്വേഷിച്ചു, ആരോപണം ശരിയാണെന്ന് കണ്ടെത്തി. പിന്നെയും കുറേ നാളിരുന്നു. കുറേ കഴിഞ്ഞ് വഞ്ചിയൂർ പോലീസ് FIR ഇടുന്നു. ആ FIR അന്വേഷണമില്ലാതെ അവിടെ കുറേ നാൾ കിടന്നു. 2004 സെൻകുമാർ വന്നു, കുറ്റപത്രമായി. കുറ്റപത്രം 8 വർഷം കുറ്റവാളിത്തം തന്നെ അവിടെ കിടന്നു. 2014 നെടുമങ്ങാട് കോടതിയിൽ വിചാരണയ്ക്കായി മാറ്റി. വിചാരണ തുടങ്ങി. 2ാം പ്രതി ഹാജരാകുന്നതിന് 22 വർഷം 10 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കേസിൽ ഇങ്ങനെ ഉള്ള അനാസ്ഥ സംഭവിച്ചുകൂടാ എന്നതിൻ്റെ അക്കാഡമിക്കൽ പാഠം കൂടിയാണ് ഈ കേസ്. 100%. അത് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എതിരെ കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെടാം. നീതിന്യായ വ്യവസ്ഥയിൽ പല കോടതി മാത്രമല്ല, കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളും കാര്യകാരണങ്ങളും ഒക്കെ വന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് കൂടി പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങുന്നുള്ളൂ. അവിടെ ഭരണത്തിലിരിക്കുന്ന കക്ഷിയുടെ പ്രബലനായ ഒരു നേതാവ് അദ്ദേഹം പ്രതിയായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? എന്നിട്ടും അവസാനം നീതി നടപ്പാകുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പൾസർ സുനിയുടെ കേസിൽ നമ്മളിതുപോലെ ചർച്ച ചെയ്യുന്ന പല മീഡിയാസും ചർച്ച ചെയ്യുന്നതാണ്. അവിടെ ഇതുപോലെ തന്നെ കോടതിയിലിരുന്ന ഒരു മെമ്മറി കാർഡ് അത് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള ന്യൂസ് വന്നിരിക്കുന്നു. ആ ഒരു ഇഷ്യൂ കൂടി പുറത്തേക്ക് വരാനും ഇതുപോലുള്ള അതിൻ്റെ അവസാനം ഇതുപോലെ തന്നെ ശരിയായ കറക്റ്റായിട്ട് ആരാണത് ചെയ്തതെന്ന് കണ്ടെത്തുന്നതിലേക്കും അവിടെ ഒരു ശിക്ഷ വരുന്നതിലേക്കും എത്തണം. ഇതുപോലുള്ള സംഭവങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുകയും അതിൽ ആരെങ്കിലുമൊക്കെ പൊതുജന താല്പര്യം മുന്നിൽ നിർത്തി കോടതികളിലേക്ക് പോവുകയും അതിനകത്ത് വാർത്താ മാധ്യമങ്ങളൊക്കെ ഇത് വിട്ടുകൊടുക്കാതെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ന്യായമായിട്ടും അത് ജനങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് നിർത്തുകയൊക്കെ ചെയ്യുന്നതിനൊരു പ്രയോജനമുണ്ട് എന്നും കൂടിയാണ് ഇന്ന് മനസ്സിലായത്. അത്രത്തോളം എനിക്ക് ആശ്വാസമുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു നിയമജ്ഞനായിരുന്നു, ഒരു ലോയറായിരുന്നു. അതുകൂടാതെ ഒരു നിയമം നിർമ്മിക്കുന്ന സഭയിൽ അംഗമായിരുന്നു, മന്ത്രിയായിരുന്നു. അതൊക്കെ നമ്മുടെ പൊളിറ്റിക്കൽ മൊറാലിറ്റി എത്രമാത്രം പുറകോട്ട് പോകുന്നു. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത്ര നാള് ഭരണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം ഇടതുപക്ഷം എന്ന് അഭിമാനിക്കുന്നവരെ അതിനൊരു ഉത്തരവും കൂടി നൽകണം. കാരണം എപ്പോഴും പാർട്ടികൾക്കെതിരെ കേസെടുക്കുകയും ഇഷ്യൂസിനെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുകയും ചെയ്തിട്ട് കാര്യമില്ല.
ഇങ്ങനെ നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ വീണ്ടും അവർ ഭരണപക്ഷം ഒന്നുകൂടി ദുർബലമായിരിക്കുകയാണ്. ഇതിന് മോറലായിട്ട് എന്ത് ജസ്റ്റിഫിക്കേഷനാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ എന്താണ് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ? ഇപ്പോൾ കുറ്റക്കാരൻ ഇത്രയും നാൾ ഈ കേസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആരോപിതനായ വളരെ തെളിവുകളൊക്കെ ഉള്ള കേസുകൾ അട്ടിമറിക്കാൻ നോക്കുന്ന ഒരാളെ, അവർ കൂടെ നിൽക്കുന്നവർക്കൊക്കെ പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരാളെ തന്നെ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായി ഇത്ര നാൾ, അല്ലെങ്കിൽ ഒരു നിയമ നിർമ്മാണ സഭയിലെ അംഗമായിട്ടൊക്കെ തുടരാൻ കാരണമായി എന്നുള്ള ചോദ്യത്തിനു കൂടി ഉത്തരം അവിടെ നിന്ന് വരേണ്ടതുണ്ട്. അത് ഒരു പാർട്ടിയുടെ മാത്രമല്ല, എല്ലായിടത്തും അതിനുള്ള ബാധ്യതയുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൽ നമ്മൾ തീർച്ചയായിട്ടും താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ കൂടി വളരെ വലിയ പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. എന്നാൽ ചിലരൊക്കെ അൺനെസറി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ജനങ്ങളുടെ ഒരു വോയിസാണ്, അതിൽ നീതി നടപ്പായി എന്ന് കൂടി സാധാരണക്കാർക്ക് തോന്നണം. കോടതിയാണ് വിധി എഴുതുന്നത്, കോടതി നിയമം നോക്കിയിട്ടാണ്. ആരെയും വെറുതെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല. ഇദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സാവകാശമുണ്ട്. പക്ഷേ കൺവിക്റ്റ് ചെയ്തതോടുകൂടി 2 വർഷത്തിൽ കൂടുതലായതോടുകൂടി സ്ഥാനം പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശിക്ഷ 3 വർഷം എന്ന് പറയുന്നത് കുറഞ്ഞു പോയോ എന്നൊക്കെ ഉള്ളത് ചർച്ച ചെയ്യാം. പക്ഷേ പൊളിറ്റിക്കലി ഒരു ഡെത്ത് സെൻറ്റൻസ് പോലെയാണ്. പെട്ടെന്ന് അയോഗ്യനാകുന്നു, അയോഗ്യനായതിനു ശേഷം എത്ര വർഷം ജയിലിൽ പോകേണ്ടി വരുന്നു, അതിനുശേഷം 6 വർഷത്തേക്ക് കൂടി ആ യോഗ്യത നിൽക്കുകയാണ്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് 34 വർഷത്തിന് ശേഷം 3 വർഷം തടവ് എന്ന് പറയുന്ന വലിയ ആനക്കാര്യമാണ്, ആനക്കാര്യമല്ല. പക്ഷെ അതിനപ്പുറം ഈ കേസ് നൽകുന്ന കുറേ സന്ദേശം ഉണ്ട്. ശ്രീ റിജിൽ മാക്കുറ്റി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി പറയുന്നുണ്ട്. ഇത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായതല്ല, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായതല്ല. ഇത് ഏതോ 90-കളുണ്ടായതാണ്. അന്ന് റിജിൽ മാക്കുറ്റിക്ക് എത്ര വയസ്സറിയില്ല, 94 തുടങ്ങിയതാണ്. അതുകൊണ്ട് അതിനിടയിൽ പല സർക്കാരുകൾ മാറി മാറി വന്നതാണ്. അതുകൊണ്ട് എല്ലാ വിഷയത്തിൽ രാഷ്ട്രീയം പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയം പറയാൻ അർഹതയുള്ള വിഷയമാണോ? അതിനിടയ്ക്ക് നിങ്ങളുടെ സർക്കാർ വന്നുപോയിട്ടുണ്ട് റിജിൽ മാക്കുറ്റി. ശ്രീ ഹാഷ്മി, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിനകത്ത് ഇപ്പം കോടതിയുടെ വിധി വന്നു. നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിലാണ് ഈ കേസ് വന്നിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ തീർച്ചയായും കോടതിക്കകത്ത് തന്നെ ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ, കോടതിക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു മാൾ പ്രാക്ടീസ് നടത്താൻ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം അതിന് ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു തൊണ്ടി മുതൽ അവിടുന്ന് എടുത്ത് അത് മോഷ്ടിച്ച് കൊണ്ടുപോകണമെങ്കിൽ ആ പറയുന്ന വ്യക്തികളുടെ രാഷ്ട്രീയ സ്വാധീനം, സ്വാഭാവികമായിട്ടും ആ രൂപത്തിലുള്ള സ്വാധീനങ്ങൾ പല മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഘട്ടത്തിൽ പല കാര്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഇനീഷ്യേറ്റീവ് എടുത്ത ആളുകൾക്ക് അപ്പുറത്തേക്ക് ചില താല്പര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലീഡർ എന്ന നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ആ രൂപത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ബോധ്യപ്പെട്ടിട്ടാണ് ആ മുന്നണിക്കകത്തെ പിന്നെ ആളുകൾ തന്നെ, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, കേരള മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇവർക്ക് സീറ്റ് കൊടുക്കുകയും മത്സരിപ്പിക്കുകയൊക്കെ ചെയ്തത് എന്ത് ധാർമ്മികതയുടെ പേരിലാണെന്ന് ചോദിച്ചാൽ ധാർമ്മികത ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ബി എസ് അച്യുതാനന്ദൻ അങ്ങനെ നിലപാടെടുത്തെങ്കിൽ പോലും ആ നിലപാട് അംഗീകരിക്കത്തക്ക രൂപത്തിൽ ഒരു നിലപാടായിരുന്നില്ല പിണറായി വിജയൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന വ്യക്തി, ഈ ആന്റണി രാജു, കേരളത്തിലെ മന്ത്രിയായി, പ്രത്യേകിച്ച് നമുക്കറിയാം വിദേശിയായ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ ജെട്ടി മോഷ്ടിച്ച് മുന്നോട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരാൾ കേരളത്തിൻ്റെ മന്ത്രിയായി MLA ആയി ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം നാണക്കേടാണ്. എത്രത്തോളം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ നാട് പുച്ഛിച്ച് തലതാഴ്ത്തുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞാൻ കുറ്റക്കാരനല്ല. ഇപ്പോൾ കൊടിസുനി പറയുന്നുണ്ട് ഞാൻ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ഗോവിന്ദസ്വാമി പറയും ഞാൻ കുറ്റക്കാരനാണ്. ഈ ശിക്ഷിക്കപ്പെട്ട ഈ പ്രതി, അവരുടെ MLA എന്ന് മേനി നടക്കുന്ന ഇയാൾ പ്രതിയല്ല, ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയൊക്കെ പറയാൻ പറ്റും. അങ്ങനെ ആ പ്രതികൾ പറയുന്ന കാര്യമാണ് ഈ ആന്റണി രാജു എന്ന് പറയുന്ന കേരളത്തെ 3 കൊല്ലക്കാലം മന്ത്രിയായി നിന്ന ഒരാൾ പറയുന്നു എന്ന് പറയുമ്പോൾ വളരെ നാണക്കേടാണ്. തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പൊളിറ്റിക്കൽ ആരോപണത്തിനപ്പുറത്തേക്ക് എല്ലാം കള്ളന്മാരും കൊള്ളക്കാരും ജെട്ടിമോഷ്ടാക്കളൊക്കെ ചേർന്നൊരു സംവിധാനമായി ഈ സർക്കാർ മാറുകയാണ്. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് പോലെ ജെട്ടി കെട്ടത് ആരപ്പ ആന്റണി രാജു ആണപ്പ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നാണക്കേടിൻ്റെ ഏറ്റവും വലിയ കയത്തിലേക്ക് ഇവർ മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കളവ് നടത്തി, കൊള്ള നടത്തി, ജെട്ടി മോഷ്ടിച്ചാലൊക്കെ അത് മാന്യതയാണ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ മാന്യതയാണ്. നമുക്കറിയാം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അവർക്ക് കൊടുക്കുന്ന പിന്തുണ നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പോൾ ഈ പറയുന്ന നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ്റെ പിന്നെ ഈ സ്വർണം കട്ട ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്ന കാര്യം എന്താണ്, ഈ സ്വാതന്ത്ര്യ സമര കാലത്തും ജയിലിൽ കിടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ തൊലിക്കട്ടിയിൽ ആളുകൾ പാർട്ടി സെക്രട്ടറി അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും പറയുന്ന, നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDPയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വേദവാക്യമായി സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി സർക്കാരുമാണ് ഇവിടെ നിൽക്കുന്നത്.
മാധ്യമപ്രവർത്തകന്മാരുടെ പേര് നോക്കിപ്പോലും അവരെ പിന്നെ ഈ പറയുന്ന സംഘപരിവാരത്തിൻ്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച RSSകാരായും അതോടൊപ്പം ശശികലയായും പീടുന്നു പോയ സെൻകുമാറിനെ പോലുള്ള ആളുകൾ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സമൂഹത്തിനകത്ത് വിഷം കലക്കുന്ന ആളുകളാണ്. അത്തരം കലക്കുന്ന ആളുകൾക്ക് കുടപിടിക്കുന്ന ഒരാളായി SNDP യോഗത്തിൻ്റെ സെക്രട്ടറി മാറുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ സ്വീകരിച്ച നാടാണ് ഈ നാട്. പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരു ആനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടറിയാതെ അമർന്നിടൻ എന്ന് പറഞ്ഞ ഗുരുദേവ ദർശനത്തെ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം നിൽക്കുന്ന ആളുകൾ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, വേർതിരിക്കാൻ, വെറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, അത് അഭിമാനമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും ഈ നാട് ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ ജെട്ടിക്കള്ളന്മാരും ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കുന്നവർക്കും എല്ലാം സംരക്ഷണം കിട്ടും എന്നുള്ളത് ഈ നാട് കാണുക. അതുകൊണ്ട് ഇവരെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഇവർക്കെതിരായുള്ള വലിയ ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളും കൊള്ളത്തരങ്ങളും അതോ തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം ഈ നാട് കാണാൻ പോകുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു മന്ത്രിയായി, ഒരു MLA ആയി ഇന്നും നിൽക്കുന്ന ഒരാൾ ജെട്ടി മോഷണ കേസിൽ മാത്രമല്ല ഈ രാജ്യദ്രോഹ കുറ്റമാണ്, പ്രത്യേകിച്ച് ഹെറോയിൽ പോലെ ഏറ്റവും മാരകമായ മയക്കുമരുന്ന് കടത്ത കേസിലെ ഒരു പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പൊതുപ്രവർത്തകനായി, ഒരു MLA ആയി ഈ രാജ്യത്തിനകത്ത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാൾ ആ വൃത്തികേട് പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്ന ഒരു വൃത്തികെട്ടവൻ കേരളത്തിലെ മന്ത്രിയായി നിൽക്കുമ്പോൾ ആ KSRTCക്കകത്തും ഉൾപ്പെടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞു വരുന്നുണ്ട്. ഇവരെയൊക്കെ സഹിക്കേണ്ട ഗതികേട് ഈ നാടിനുണ്ട്. മയക്കുമരുന്നിനെതിരായി, ലഹരിക്കെതിരായി പോരാട്ടം നടത്തുന്ന സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ഒരു ലഹരി കേസിലെ ഏറ്റവും വലിയ നൊട്ടോറിയസ് ആയ ഒരു വിദേശിയായ ഒരാളെ രക്ഷിക്കാൻ ഇത്രയും വൃത്തികേട് കാണിക്കുന്നുണ്ടെങ്കിൽ ആന്റണി രാജു LLB കഴിഞ്ഞ കരിയറിന്റെ തുടക്കകാലത്ത് അത്തരത്തിൽ ഉടായ്പ കാണിച്ച ഒരു വക്കീല് അദ്ദേഹത്തിന്റെ കരിയറിന്റെ പിന്നെയുള്ള കാലത്ത് എന്തൊക്കെ ഉടായ്പ കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം അന്വേഷിക്കണം, എന്നാലും പരിശോധിക്കണം. അതെ, അയാള് നിലവിൽ ഒരു പാർട്ടിയുടെ ഭാഗമാണല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി യുവജന വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിച്ച ഒരാളല്ലേ, പൊതുപ്രവർത്തകനല്ലേ അയാള്. ഇപ്പം അതിനുശേഷമാണ് MLA മന്ത്രിയായിരിക്കുന്നത്. അതൊക്കെ ശരിയാണ്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഈ കേസിന്റെ രേഖകൾ കിട്ടുകയാണെങ്കിൽ അതിനകത്ത് ഈ അടിവസ്ത്രത്തിൽ നടത്തിയ തിരിമറി, ജട്ടിയിൽ നടത്തിയ തിരിമറിയെ കുറിച്ച് ഫോറൻസിക് പരിശോധന പറഞ്ഞു. രസകരമാണ് എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി ആന്റണി രാജു കോടതിയിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിട്ടൊരു തയ്യക്കാരനെ കൊടുത്ത് ഇത് ചെറുതാക്കിയപ്പോഴത്തേക്ക് കാലിടുന്ന 2 ഹോളുണ്ടല്ലോ അത് മാത്രമേ ചെറുതാക്കിയുള്ളൂ, ബാക്കിയൊന്നും ചെറുതാക്കിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ എന്താണ് ഈ അടിവസ്ത്രം ഇത് നോർമൽ അടിവസ്ത്രമല്ല എന്ന് തെളിയിക്കാൻ ഫോറൻസിക്കിൽ സഹായിച്ച അടക്കം അങ്ങനെ ഈ ദൈവത്തിൻ്റെ കൈ എന്ന് പറയാൻ കഴിയുന്ന ഒരുപാട് തെളിവുകൾ ഈ കേസിൽ രേഖകളായി അനിൽ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. പോയി നോക്കിയാൽ രസകരമാണ്. പക്ഷേ BN അസ്കർ ഇത് ആന്റണി രാജുവിൻ്റെ ബുദ്ധി ഒരു വക്കീലിൻ്റെ കൂർമ്മ ബുദ്ധിയാണ് എന്നും താങ്കളും പറയില്ലോ, കുശാഗ്ര ബുദ്ധിയാണെന്നും പറയില്ലോ. അത് ക്രിമിനൽ പണിയാണ് കാണിച്ചത് എന്നോ നമ്മൾ ഈ ജട്ടി കേസ് എന്ന് പറഞ്ഞാൽ അതിനെ ലഘൂകരിക്കുകയും കളിയാക്കുകയും ചിരിച്ചള്ളുകയും ചെയ്യുന്ന കേസാണ് ആണെങ്കിൽ പോലും ഇതിലുണ്ടായ എന്തൊക്കെയാണ്? ഇത് കേരള പോലീസിനെ കബളിപ്പിച്ചു, നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിച്ചു, സത്യം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ കബളിപ്പിച്ചു, മൊത്തത്തിൽ വഞ്ചിച്ചു, കൊടിയ വഞ്ചന നടത്തിയ ഒരു വഞ്ചകൻ, വക്കീൽ നല്ല വിളിക്കണം, ഒരു വഞ്ചകൻ എങ്ങനെയാണ് നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയവർ രാഷ്ട്രീയമായി വിശദീകരിച്ചേ പറ്റൂ. ശ്രീ അസ്കർ, ഇന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഈ ചോദ്യം ഉണ്ടാവില്ല. അല്ല, നിശ്ചയമായും ഹാഷ്മി, ഇതിൽ പണ്ട് ഒരു കെട്ടുകഥ കേൾക്കാറുണ്ട്. ഉണ്ട വിഴുങ്ങി വക്കീൽ എന്ന് പറയും. ഒരു കേസിലെ പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി കോടതിയിൽ ഹാജരാക്കിയ ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് ആയിരുന്ന വെടിയുണ്ട വിഴുങ്ങി ആ പ്രതിയെ രക്ഷിച്ചു എന്നൊക്കെ തമാശ രൂപേണ അത് ഉള്ളതാണോ അതോ കെട്ടുകഥയാണോ എന്ന് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല. ഒരു കെട്ടുകഥ പോലെ അല്ലെങ്കിൽ ഒരു അപസർപ്പക കഥ പോലെ ഇങ്ങനെ കോടതി മുറികളിൽ കേൾക്കുന്ന വക്കീലന്മാരുടെ കഥകളുടെ കൂട്ടത്തിലുള്ള കഥയാണ്. അതുപോലൊരു കഥയായി ഇത് വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി നമുക്ക് ചെയ്യാൻ കഴിയുക. മറിച്ച് ഇത്തരം വലിയ ഒരു കുറ്റകൃത്യം ഒരു വ്യക്തി, ഒരു അഭിഭാഷകൻ ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലും അഭിഭാഷകരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന, ഞാനിപ്പോൾ ജയമോഹൻ സാറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ അന്നത്തെ കാലത്ത് 90കളിൽ ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റ് കോടതിയിൽ ഹാജരാക്കിയെന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം വന്നു കഴിഞ്ഞാൽ ആ കാരണം പറഞ്ഞ് തന്നെ ആ കേസ് വെറുതെ വിടാൻ കഴിയും. അത്തരത്തിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 90കളിൽ വളരെ സമയബന്ധിതമായി 24 മണിക്കൂറിനുള്ളിൽ കണ്ടെടുത്ത മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ ഒരു NDPS കേസിൽ കോടതിയിൽ ഹാജരാക്കി എന്നത് വല്ലാത്ത അത്ഭുതം തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം അങ്ങനെ ഹാജരാക്കിയിരിക്കുന്ന ആ മെറ്റീരിയൽ ഒബ്ജക്റ്റിൽ നിന്ന് പിന്നീട് ആ മെറ്റീരിയൽ ഒബ്ജക്റ്റ് 451 പെറ്റീഷൻ ഇട്ട് എടുത്തതിന് ശേഷം അതിൽ ആൾട്രേഷൻ വരുത്തുക എന്ന് പറയുന്നത് ഗൗരവതരമായ കുറ്റകൃത്യം തന്നെയാണ്. അത് മാത്രമല്ല, ആ കുറ്റകൃത്യം ഒരു ബോംബായി അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി വരാന്തയിൽ പറയുക എന്ന് പറയുന്നതും
അതിനേക്കാളും വലിയ ഐറണിയായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ശ്രീ ആന്റണി രാജു വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതും ഒരു പൊതുപ്രവർത്തകൻ ഒരു തീരെ ചെയ്യാൻ പാടില്ലാത്തതുമായ പ്രവൃത്തിയാണ്. അതാണ് സഹ VS ഇക്കാര്യത്തിൽ അന്ന് ശക്തമായ നിലപാടെടുത്തത്. ആ നിലപാടായിരിക്കണം ഇടതുപക്ഷത്തിന്. എപ്പോഴൊക്കെ ഇടതുപക്ഷ മൂല്യങ്ങളിൽ കളങ്കം വരുത്തുന്നു അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നമുക്കുണ്ടാവും, ഇടതുപക്ഷത്തിനുണ്ടാവും എന്നതാണ് ഈ വിധിയിലൂടെ മറ്റൊരു സന്ദേശം എന്നുള്ളത്. ആ സന്ദേശം ഇടതുപക്ഷ നേതാക്കന്മാർ കാതോർത്തിരിക്കുക എന്നുള്ളതാണ്. വളരെ കൃത്യമായും സമയബന്ധിതമായും ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സംഘടന എന്ന നിലയിൽ അതിൻ്റെ ശേഷിയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഇടതുപക്ഷത്തിന് വളരെ ബോധ്യമുണ്ടെങ്കിലും ആ ശേഷിക്കപ്പുറം വല്ലാത്ത സഹായം ചെയ്തു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായി ആയിട്ടാണ് ഒരുപക്ഷെ ഇത്തരം സ്ഥാനാർത്ഥിത്വങ്ങൾ വന്നതും പിൽക്കാലത്ത് മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പോലും അദ്ദേഹത്തെ അവരോധിക്കുകയും ചെയ്തു എന്ന അപരാധം തന്നെയായിപ്പോയി ഇപ്പോൾ ഈ വിധി വരുമ്പോൾ അത് കനത്ത പ്രഹരം ഇടതുപക്ഷത്തിന് ഏൽപ്പിക്കുന്നു എന്ന് തുറന്നു സമ്മതിക്കുന്നതിന് എന്നെ പോലുള്ള ആളുകൾ ഒരു തരത്തിലും മടി കാണിക്കില്ല. രാഷ്ട്രീയ അപരാധമായിരുന്നു എന്ന് LDFന്റെ നേതൃത്വത്തിലുള്ളവർ പറയുമോ എന്നോട് നമുക്ക് കാത്തിരുന്നതാണ്. പ്രശാന്ത് മുത്തനാഫിനിയും കുറ്റപത്രം സമർപ്പിച്ചാൽ ഇത്രയധികം വിചാരണ തുടങ്ങാൻ വൈകുന്ന കേസുകൾ സുപ്രീം കോടതിയിലടക്കം ധാരാളമായി കിടപ്പുണ്ട്, രാഷ്ട്രീയ തടവറടക്കം. പക്ഷേ ഇത് വിചാരണ തുടങ്ങാനുള്ള കാലതാമസം അസ്വാഭാവികമായിരുന്നു. മാത്രമല്ല കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാൻ അത്രയും സമയം എടുക്കണല്ലോ, അതും കാണ്ടം നീണ്ടു. ശരി, അതിലെ സൂപ്പർവൈസറി അട്ടിമറികളോ സൂപ്പർവൈസറി പ്രശ്നങ്ങൾക്കപ്പുറം എന്തുകൊണ്ട് ഈ കേസ് ഇത്രത്തോളം വൈകി എന്നതിനെക്കുറിച്ച് കൂടി ഒരു അക്കാഡമിക് അന്വേഷണം വേണ്ടതല്ലേ ശ്രീ പ്രശാന്ത് മുത്തനാഫൻ? വേണ്ടതാണ് രണ്ട് ഭാഗത്തു നിന്നും. ഒന്ന്, പോലീസ് നമ്മുടെ ഭരണത്തിലിരിക്കുന്നവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് മാറുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, അന്വേഷണം പ്രബലരായിട്ടുള്ള വ്യക്തികൾ മറുഭാഗത്ത് വരുമ്പോൾ അന്വേഷണം സാധാരണ ഗതിയിൽ നടക്കുന്ന ആ സ്പീഡിൽ നടക്കാറുണ്ടോ എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി ഒരു അന്വേഷണം വേണം. പിന്നെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം വേണം. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പഠനം ഇതിനെപ്പറ്റി എന്തുകൊണ്ടാണ്, ഏതൊക്കെ സ്റ്റേജുകളിലാണ് ഇങ്ങനെ അക്യൂസ്ഡിന് ഒരു കേസ് വെച്ച് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്നത്. ഒരാൾ പ്രതിയായിട്ട് വരുന്ന ഒരു കേസിൽ അങ്ങർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കോടതിയുടെ പ്രൊസീഡിങ്സ് ഇപ്പോൾ തന്നെ നേരത്തെ ശ്രീ ജയമോഹൻ തോന്നുന്നു ചൂണ്ടിക്കാണിച്ച് 22 പ്രാവശ്യം അഡ്ജർമെൻറ്റ് മേടിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, കോടതികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് സമയം നീട്ടി കൊടുക്കുന്നതെന്നുള്ളതിനെപ്പറ്റി കോടതിയുടെ ഭാഗത്തു നിന്നൊരു അക്കാഡമിക്കായിട്ടുള്ള ഒരു പഠനവും അത് ഇനി മുന്നോട്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നടപടിക്രമങ്ങൾ ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി കുറച്ച് മാർഗനിർദ്ദേശങ്ങളും വേണ്ടതാണ്. ഒരു കാര്യം കൂടി പറയാം, ഇദ്ദേഹം അഭിഭാഷകനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് കുറ്റം ചെയ്തു വന്ന ഒരാളെ, അതിപ്പം ഫോറിനർ ആയിക്കൊള്ളട്ടെ കുറ്റം എന്തും ആയിക്കൊള്ളട്ടെ, ആ കുറ്റം ചെയ്തു വന്ന ഒരാളെ ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുണ്ട്. പ്രൊഫഷണൽ റൈറ്റാണത്. വക്കീലിൻ്റെ അടുത്ത് ഒരാൾ കുറ്റം ചെയ്തെന്ന് പറയുമ്പോൾ നിയമത്തിൽ എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ അതെല്ലാം, വിദേശ പൗരനാണ്, വലിയ ഗൗരവമുള്ള കുറ്റം ചെയ്ത ആളാണെന്ന് അറിയാമെങ്കിൽ കൂടി ഡിഫെൻഡ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ കുറ്റം ചെയ്യാൻ, പുതുതായിട്ടൊരു കുറ്റം ചെയ്യാനോ അല്ലെങ്കിൽ കോടതിയിരിക്കുന്ന ഒരു ഇതിൽ തെളിവ് നശിപ്പിക്കുക, അതൊരു വലിയ കുറ്റകൃത്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ യാതൊരു അവകാശവുമില്ല. അവിടെ ആ റൈറ്റ് അതൊരു പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടും. അങ്ങനെ ഒരു അവകാശം ഒരു അഭിഭാഷകനുമില്ല. അദ്ദേഹം നിയമം പഠിച്ച ആളും അത് പ്രാക്ടീസ് ചെയ്ത ആൾ, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സങ്കടമുണ്ട്. കാരണം വളരെ ചെറിയൊരു പ്രായത്തിൽ തുടങ്ങിയ സമയത്ത് ചെയ്ത ഒരു കാര്യമാണ് അത്. പക്ഷേ പിന്നീട് വീണ്ടും അതിൽ ഉറച്ചു നിൽക്കുകയും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്ന് ഇതുവരെ പറയുകയും ഇപ്പോഴും വിധി വന്നതിന് ശേഷം അദ്ദേഹം അത് പറയുകയൊക്കെ ചെയ്യുന്നു. നമ്മുടെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയും അതിൻ്റെ രീതിയും ഇപ്പോഴും നടക്കുന്നത് ഇങ്ങനെയാണ്. തെറ്റുകൾ നേരത്തെ തന്നെ തിരുത്തപ്പെടുന്നില്ല. അത് എവിടെയെങ്കിലും രീതിയിൽ വീണ്ടും അത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്ന എന്തോ വലിയ കാര്യം ചെയ്ത മട്ടിലൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്നു. ആ കാലം മാറിപ്പോയി. നേരത്തെ ഉണ്ടവിഴുങ്ങി വക്കീലിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഇപ്പോഴിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗൗരവതരമായിട്ട് കണക്കാക്കപ്പെടുന്നു. കോടതിയിൽ ഇത് ഒരു ശിക്ഷയിലേക്ക് എത്തിയത് ഒരു ആശ്വാസമാണ്. മുന്നോട്ട് ഇങ്ങനെയുള്ള സിമിലർ ആയിട്ടുള്ള കേസുകൾ, ഇപ്പോഴും പെൻഡിങ് ആയിട്ടുള്ള കേസുകളിലും താങ്കളെ ചൂണ്ടിക്കാണിച്ച് അതേ അന്വേഷണം വേണ്ടതാണ്. എന്തുകൊണ്ടാണ് മറ്റേ പൾസർ സുനിയുടെ കേസിലൊക്കെ പോലും ഇത്രയും താമസം വരാൻ കാരണം എന്താണ്? ആരാണ് അതിനു വേണ്ടി മാറ്റി കൊണ്ടിരുന്നത്? ഇപ്പോഴും വിധി വന്നപ്പോൾ ഗൂഢാലോചന എന്തുകൊണ്ട് തെളിയിക്കപ്പെടുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടതാണ്. ഓക്കെ,
നമ്മൾ 94-ലെ കഥയാണ് ഈ പറയുന്ന അടിവസ്ത്രം അടിച്ചു മാറ്റി കയറ്റിയെങ്കിൽ 2022, 23, 24 നമ്മൾ കേട്ട കഥ, ഒരു മെമ്മറി കാർഡ്, ഹഷ്വാലി എന്നൊക്കെ നമ്മൾ ഈ കാലത്തും കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്രീ പ്രശാന്ത്, ഞാൻ അതിലേക്ക് സൂചിപ്പിച്ചു എന്നുള്ളൂ. ശ്രീ റിജിൽ മാക്കുറ്റി, 2.5 വർഷം ആദ്യം ആന്റണി രാജു മന്ത്രിയാവട്ടെ തീരുമാനമുള്ളത് കാരണം നിങ്ങൾക്കിപ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യേണ്ട കാര്യമില്ല. MLA സ്ഥാനം അയോഗ്യമാവുകയും ചെയ്തു. എന്തായാലും ഈ പറയുന്ന 3 വർഷം തടവിൽ കിടക്കോ എന്നൊക്കെ മറ്റു കാര്യം, അല്ലെങ്കിൽ ജയിലിൽ കിടക്കോ എന്നൊക്കെ മറ്റു കാര്യം. ആന്റണി രാജു എന്ന രാഷ്ട്രീയ അധ്യായം അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടോ റിജിൽ മാക്കുറ്റി? ശ്രീ ഹാഷ്മി, യഥാർത്ഥത്തിൽ അല്പം ഉളുപ്പുണ്ടെങ്കിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞ ആള് ഈ രാഷ്ട്രീയത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കാൻ അയാൾക്കൊരു മടിയുണ്ട്, തൊലിക്കടിയില്ല. ഇത്രയും വലിയൊരു കള്ളത്തരം ചെയ്താൽ പിടിക്കപ്പെട്ടിട്ട് ശിക്ഷിക്കപ്പെട്ട ഒരാളെ ന്യായീകരണം, അത് ഒരു അഭിഭാഷകൻ എന്നുള്ള അഭിഭാഷക വൃത്തിയോട് ഏതെങ്കിലും തരത്തിൽ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലത്. പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി തെളിവുകളാണ് സ്വാഭാവികമായിട്ട് ഹാജരാക്കുക. തെളിവിന് വേണ്ടി ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയ തൊണ്ടി മുതൽ തന്നെ അത് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ചെയ്തു വെച്ച, വികൃതമാക്കപ്പെട്ട് അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഒരാൾ ഇനിയിപ്പം ഈ സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ അവരുടെയൊക്കെ തന്നെ മുഖമുദ്രയും സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ ഇത്തരം ആളുകളാണല്ലോ സർക്കാർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും അവർക്കൊരു പെൺതൂവലായി. കാരണം ആന്റണി രാജുവിൻ്റെ ഈ ഒരു ശിക്ഷയും അതിനുശേഷം അദ്ദേഹയുടെ പ്രതികരണമൊക്കെ തന്നെ പിണറായി സർക്കാരിൻ്റെ പെൺതൂവലായി തന്നെ അവർ കരുതുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ പഴയ ആനപാൽ മോതിരം എന്ന് പറയുന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. അതിനൊക്കെ കണ്ട പോലെ കാര്യങ്ങളാണ്. സിനിമാ കഥകൾ പോലും വെല്ലുന്ന രൂപത്തിലാണ് ഒരു അഭിഭാഷകനായി, ഒരു പൊതുപ്രവർത്തകനായി നിന്നൊരാൾ ചെയ്തു വെച്ചതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ മോശപ്പെട്ട വാർത്തകളാണ്, ശിക്ഷയാണ് ഇന്ന് നാട് കാണുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ എവിടെ നോക്കിയാലും കള്ളത്തരവും കൊള്ളയും മാത്രമാണല്ലോ. ആ കള്ളത്തരത്തെയും കൊള്ളയുടെയും ഓരോ കഥ, ഇപ്പോൾ ഇന്ന് ആന്റണി രാജു ആണെങ്കിൽ നാളെ കടകംപള്ളിയും, അതോടൊപ്പം തന്നെ ആളുകൾക്ക് തന്നെ ക്യൂ ആയി നിന്ന് ഇപ്പോൾ വാസുവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശിക്ഷിക്കപ്പെട്ടിട്ട് ആളുകളൊക്കെ ഉണ്ടല്ലോ. അതിനുശേഷം ആന്റണി രാജു അവിടെ പോകുമ്പോൾ പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐക്കാർ അവിടെ പോകും. പത്മകുമാറിന്റെ കൂടെയൊക്കെ പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐക്കാർ അവിടെ പോകുമായിരിക്കും. അതൊക്കെ അവരുടെ അഭിമാനമായി അവർ കാണുന്ന അവസ്ഥയിലേക്കാണ്. എന്തായാലും ഇക്കാര്യം ഈ ആന്റണി രാജു ആ മന്ത്രിയാവുന്നതിന് മുമ്പ്, അതിന് മുമ്പ് ബാർക്കോഴ സമയത്തൊക്കെ, ബാർക്കോഴ ആരോപണ സമയത്തൊക്കെ ഒരുപാട് ചർച്ചകൾ ഒരുമിച്ചിരുന്നിട്ടുള്ളതാണ്. ഒരുപാട് തവണ ഫോണിൽ വിളിച്ചിട്ടുള്ളതാണ്, സംസാരിച്ചിട്ടുള്ളതാണ്, നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. വളരെ അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആളാണ് എന്ന് പറഞ്ഞാലും സത്യമല്ലാതാവുന്നില്ല. ഈ പറയുന്ന ആൾ ഈ അടിവസ്ത്രം മാറ്റി തിരിമറി നടത്തിയ കേസിലെ പ്രതിയാണ്. അത് കുറ്റം ശരിവെച്ച ദിവസമാണിന്ന്. അപ്പോൾ അത്തരത്തിൽ നിയമത്തെ കളിയാക്കിയ, അല്ലെങ്കിൽ നിയമത്തോട് വഞ്ചന കാണിച്ച ഒരാൾ എങ്ങനെയാണ് 2.5 വർഷക്കാലം കേരളത്തിന് മന്ത്രിയായിരുന്നത് എന്നത് LDF പറയേണ്ട രാഷ്ട്രീയ മറുപടിയാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.